ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ശ്ലോകം തീരുന്നതോടുകൂടി നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ 5-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇനി നാളെ മുതൽ 6-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. അന്നേരം പൊതുവേ ശ്രീമദ് ഭാഗവതം നമ്മൾ 12 സ്കന്ധങ്ങളുണ്ട്. ആ 12 സ്കന്ധങ്ങളിലും വേദശാസ്ത്രങ്ങളുടെ എല്ലാം സാരാംശമാണ് ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിലിരിക്കുന്നത്. അന്നേരം ഈ ഭാഗവത്തിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ 12 സ്കന്ധങ്ങളിൽ നിന്നും ദശമസ്കന്ധമാണ്. ആ ദശമസ്കന്ധത്തിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ രാസപഞ്ചാധ്യായം, രാസലീല കുറിച്ച് വർണ്ണിക്കുന്ന 5 അധ്യായങ്ങളാണ്. ഇനി ഈ 5 അധ്യായത്തിലെ പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപികാഗീതമാണ്. ആ ഗോപികാഗീതത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നത് ശ്രീമതി രാധിക പറഞ്ഞ തവ കഥാമൃതം തപ്തജീവനം എന്ന് പറയുന്ന ശ്ലോകമാണ്. അന്നേരം പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ആ ഒരു കാതലായിട്ടുള്ള ശ്ലോകത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഒന്നും മനസ്സിലായില്ലെന്ന് പിന്നെ നമുക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്കും മനസ്സിലാവും. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ പറഞ്ഞത് പൊതുവേ ഇന്നലെ നമ്മൾ വൈകുന്നേരം ചർച്ച ചെയ്തതുപോലെ പല വ്യക്തികളും സ്വയം ഭക്തരാണെന്നുള്ള ടൈറ്റിൽ ഉപയോഗിക്കുന്നു. പക്ഷെ ഭക്തരാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അവരുടെ ജീവിതത്തിലുള്ള ആചരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം ഒരു വികർമ്മിയെക്കാട്ടിയും എത്രയോ നല്ല വ്യക്തികളാണ് കർമ്മി. വികർമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ. അതായത് ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞോ അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിമിനൽസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു, അതുകൊണ്ട് അവർ ക്രിമിനൽസായി, അല്ലേ? അതേപോലെ തന്നെ ഭഗവാന്റെ നിയമമാണ് ശാസ്ത്രങ്ങളൊക്കെ. അന്നേരം ഭഗവാന്റെ വൈദിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച്, ശാസ്ത്രമനുസരിച്ച് ജീവിക്കാത്തവരെ ക്രിമിനൽസ് തന്നെ പറയാം. അന്നേരം നമ്മൾ പലപ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും സുപ്രീം ഗവൺമെൻറ് ആയിട്ടുള്ള ഭഗവാന്റെ നിയമങ്ങൾ പാലിക്കാറില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയമം നമ്മൾ പാലിച്ചില്ല എങ്കിൽ നിയമ നടപടികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും, അല്ലേ? പോലീസുകാരെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ പിന്നെ കോടതി കയറാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അല്ലേ? ഇപ്പം ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ ഇൻകം ടാക്സുകാരെ കാണാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈശ്വരൻ്റെ തെറ്റുകൾ, ഈശ്വരൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള നടപടികളൊന്നും ഇല്ല എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്? അല്ല, ഉണ്ട്. അതാണ് പല രീതിയിലുള്ള ദുഃഖങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, കർമ്മഫലങ്ങളായിട്ട് ലഭിക്കുന്നത്. ഇവിടെ കോടതിയിൽ വിസ്തരിച്ച് തെറ്റ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് കൺഫേം ചെയ്യണം. അന്നേരം സാക്ഷികളൊന്നും നമുക്കെതിരെ ഇല്ലെങ്കിൽ രക്ഷപ്പെടാം എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ കള്ള രീതിയിലുള്ള കള്ളത്തരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ രക്ഷപ്പെടും. പക്ഷേ ഈശ്വരൻ്റെ കോടതിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് സൂര്യദേവൻ, ചന്ദ്രൻ, എല്ലാവിധ നക്ഷത്രങ്ങൾ, പല പല 30 കോടി ദേവന്മാരും ഉണ്ട്. അതിനായിട്ട് അവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അന്നേരം അവർ നല്ലതുപോലെ ആ ഒരു ചുമതല നിർവഹിക്കും. അന്നേരം അവർ നല്ലതുപോലെ നോക്കും, എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്, എന്തൊക്കെ ശരിയാണ് ചെയ്യുന്നത്, എല്ലാം അവർ നോക്കും. എന്നിട്ട് നല്ല രീതിയിൽ അതിനെയൊക്കെ നോക്കിയതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷയ്ക്കുള്ള നടപടികളൊക്കെ തുടങ്ങുന്നുള്ളതാണ്. അന്നേരം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കോടതിയിൽ നിന്നും മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യരാൽ രചിക്കപ്പെട്ട
നിയമഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം, നിയമപുസ്തകത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും ആൾക്കാർ. പക്ഷെ അതേ സമയത്ത് ഈശ്വരൻ്റെ നിയമത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ പറയും, ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് മനുഷ്യരല്ലേ, പിന്നെ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ നിയമങ്ങളായി വരുന്നത്? ഈ ഒരു തോന്നൽ നമുക്ക് വരുന്നത് കാരണം മറ്റ് പല മതങ്ങളിലൊക്കെ പല രീതിയിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആ ഒരു ഗ്രന്ഥം എങ്ങനെയായിരുന്നോ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അത് സാഹചര്യം അനുസരിച്ചും കൂടുതൽ ആൾക്കാരെ അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി രീതിയിലുള്ള സാഹചര്യം കൊണ്ടുവരാൻ വേണ്ടിയും അതിൽ പല രീതിയിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. പക്ഷെ വേദശാസ്ത്രങ്ങളൊക്കെ വന്നത് ഗുരു ശിഷ്യ പരമ്പര അനുസരിച്ചാണ്. അന്നേരം യഥാർത്ഥത്തിൽ അത് എഴുതി ഉള്ള ഫോമിലല്ലായിരുന്നു, ശ്രുതിയിലൂടെയാണ് അതിങ്ങനെ പൊയ്ക്കൊണ്ട് വന്നിരുന്നത്. അന്നേരം നമുക്ക് തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഏതൊരു കാര്യവുമാണെങ്കിലും മനുഷ്യരാൽ എഴുതുമ്പോൾ ഒറിജിനലായിട്ടുള്ള കാര്യത്തെ മായം കലർത്തിയായിരിക്കുമല്ലോ ചിലപ്പോൾ എഴുതുന്നത് എന്നൊക്കെ നമുക്ക് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയ ഗ്രന്ഥങ്ങളെ മാത്രമല്ല വിശ്വസിക്കുന്നത്, ആ എഴുതിയ ഗ്രന്ഥങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുഭൂതന്മാർ, ഗുരു ശിഷ്യ പരമ്പരയുണ്ട്. അന്നേരം നമ്മുടെ കയ്യിൽ ഒരു ഗ്രന്ഥം ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ പല പല ഗ്രന്ഥങ്ങളുണ്ട് അല്ലേ. പ്രത്യേകിച്ച് റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് സാമാന്യ ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണം അല്ലേ. ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാർക്ക് ഭഗവത്ഗീതയൊന്നും അറിയത്തില്ല, ഞാൻ എഴുതിയാലേ ഭഗവത്ഗീതയൊക്കെ മനസ്സിലാവും, എന്നിട്ട് എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ഭഗവത്ഗീത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. എല്ലാ പുരാണങ്ങളും, മഹാഭാരതം വരെ, വ്യാസദേവൻ എഴുതിയ മഹാഭാരതം ശരിയല്ല. ഞാൻ എൻ്റെ രീതിയിൽ ഓരോ കഥാപാത്രത്തെ മുന്നിൽ നിർത്തി ആ കഥാപാത്രത്തിൻ്റെ നോട്ടത്തിൽ മഹാഭാരതം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മധ്വാചാര്യർ ഉടുപ്പി ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെ ഉടുപ്പി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ച അദ്ദേഹം നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് മധ്വാചാര്യൻ സാക്ഷാൽ ഭീമസേനനാണ്. വായുദേവനും ഹനുമാൻ സ്വാമിയോട് ഒന്നിച്ചുള്ള ഒരു ആചാര്യനാണ്. ആ പ്രചരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവതരിച്ച ആചാര്യനാണ് ഇദ്ദേഹം, മധ്വാചാര്യൻ. അന്നേരം അദ്ദേഹം താല്പര്യ നിർണയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതായത് മഹാഭാരതത്തെ ഭീമസേനൻ്റെ നോട്ടത്തിലൂടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് സംസ്കൃതത്തിലാണ്. അദ്ദേഹത്തിന് അത് എഴുതാനുള്ള അധികാരമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാരണം? അദ്ദേഹം ഭീമസേനനായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം കഴിവുകൾ തെളിയിച്ചു. കാരണം അദ്ദേഹം ഉത്തർ ബദ്രിയിൽ, നമ്മൾ ബദ്രിനാഥനെ കാണുന്നു, പക്ഷേ യഥാർത്ഥ ബദ്രി, അവിടെ ബദ്രിനാഥനുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഉത്തർ ബദ്രി എന്നുള്ള ഒരു സ്ഥലമുണ്ട്, അത് ഉത്തര ഹിമാലയത്തിലാണ്. ആ ഉത്തര ഹിമാലയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഹിമാലയത്തിനും അപ്പുറത്തായിട്ട് ഒരു സ്ഥലമുണ്ട്, അതിനെയാണ് ഉത്തര ഹിമാലയം എന്ന് പറയുന്നത്. അന്നേരം അവിടെ ഉത്തർ ബദ്രിയുണ്ട്. അവിടെ പോയിട്ടാണ് ആർക്കും, സാധാരണ വ്യക്തികൾക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത സ്ഥലത്ത് അദ്ദേഹം വായുവിൻ്റെ വേഗത്തിൽ പോയി വായുവിലൂടെ സഞ്ചരിക്കണം. വായുദേവനാണ്, വായുപുത്രനും കൂടെ ആയിരുന്നു, ഹനുമാൻ, ഭീമൻ എല്ലാവരും കൂടെ ഒന്നിച്ചാണ്. അന്നേരം അദ്ദേഹം അവിടെ വളരെ നിഷ്പ്രയാസം എത്തി. അന്നേരം അദ്ദേഹം തെളിയിച്ചു അദ്ദേഹം സാധാരണ വ്യക്തിയല്ല എന്ന് തെളിയിച്ചു അല്ലേ. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ കർണനെ സഹതിപ്പിച്ചുകൊണ്ട്, കർണൻ എന്നുള്ള ആ കഥാപാത്രത്തെ സഹതിപ്പിച്ചുകൊണ്ട് മഹാഭാരതം എഴുതുകയും, അല്ലെങ്കിൽ ഓരോരോ രാമായണവും മഹാഭാരതവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. കാരണം യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് വ്യാസദേവൻ അറിയാം, വാൽമീകി ഋഷിക്ക് അറിയാം. അന്നേരം വേറെ പല രാമായണവും മഹാഭാരതവും ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലുമുണ്ട്. പിന്നെ രാമചരിതമാനസം എന്ന് പറയുന്ന തുളസിദാസ് അദ്ദേഹത്തിൻ്റെ എഴുതുന്നു. ഈ ഹനുമാൻ ചാലിസ വരുന്ന അതിൽ നിന്നാണ്. അതൊക്കെ കറക്റ്റാണ്. കാരണം അത് ആ ഭക്ത പരമ്പരയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ ഗുരുശിഷ്യ പരമ്പര അനുസരിച്ച്, അതായത് ഓരോ വ്യക്തിക്കും അവരവരെ കുറിച്ച് അവരുടെ നോട്ടത്തിലൂടെ ഭഗവാനെ പ്രകീർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്
എന്തിനെക്കുറിച്ചും എന്തും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അർത്ഥം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ എഴുതുന്നത് കൊണ്ട് സമൂഹത്തിനൊരു പ്രയോജനം ഉണ്ടാകണ്ടേ, അല്ലേ? ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു രാമായണം രചിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവണനാണ് ഹീറോ എന്നുള്ള രീതി കാണിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ ഉപകാരം ലോകത്തിനോട് ഇത്രയും വലിയ ഉപകാരം ചെയ്ത് എന്തിനാണ്? ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്തിനു വേണ്ടി ഈ രാമായണവും മഹാഭാരതവും വ്യാസമഹർഷി എഴുതി? അത് വായിച്ചിട്ടെങ്കിലും ലോകത്തിൻ്റെ ഉള്ളിൽ, ആ വ്യക്തികളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം വരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പോൾ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും അനുസരിച്ച് എല്ലാം കോഡാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളുടെയും അന്തിമ സത്യം എന്താണ്? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ആത്മതത്വം, അഹം ബ്രഹ്മാസ്മി. ആ ഒരു കുറഞ്ഞ പക്ഷം ആ ഒരു ബോധത്തോടു കൂടി ഇരുന്നിട്ട് ഭക്തി തുടങ്ങണം. ബ്രഹ്മഭൂത പ്രസന്നാത്മന ശോചതീന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിയും ലഭതേ പരാം. അന്നേരം അവിടുന്ന് നമ്മുടെ ഭക്തി തുടങ്ങുകയാണ്. ശരീരബോധം വിടാതെ നമ്മുടെ ഭക്തി തുടങ്ങത്തില്ല. പക്ഷെ പല ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിച്ച് അവർ പറയും അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചെന്ന് ചേരുക, അതാണ്. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാട് ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രഹ്മത്തിൽ ചേരുകയാണ്. ആ അതീന്ദ്രിയ അവസ്ഥയിൽ നമ്മൾ എത്തിയെന്നാണ്. പക്ഷെ അന്തിമ ലക്ഷ്യം വൈകുണ്ഠമാണ്. മുന്നോട്ട് പൂന്താനം നമ്പൂതിരിപ്പാട് പറയുന്നത് വൈകുണ്ഠത്തിൽ പൊയ്ക്കോളൂ, എല്ലാവരും വൈകുണ്ഠത്തിൽ പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത്. അല്ല ബ്രഹ്മത്തിൽ തൊട്ട് അവസാനിപ്പിക്കുകയല്ല. നാമം ജപിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രഹ്മാനന്ദം ലഭിക്കും. എന്താണ് ഈ ബ്രഹ്മാനന്ദം? ഒരു അതീന്ദ്രിയ അവസ്ഥ. ഭൗതിക അസ്തിത്വത്തിനും അപ്പുറത്തൊരു അസ്തിത്വമുണ്ട് എന്നുള്ളൊരു അവബോധത്തിൽ നമ്മൾ എത്തും. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം പല രീതിയിലുള്ള വ്യക്തികളുണ്ട്. ഇന്നത്തെ ശ്ലോകത്തിൽ സത്യം പറഞ്ഞ ഹ്യൂമൻ സൈക്കോളജി മൊത്തത്തിൽ പറയുന്നുണ്ട് ശീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ. 8 തരത്തിലുള്ള വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ആ 8 തരത്തിലുള്ള വ്യക്തികൾ നിങ്ങൾ ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 8 തരത്തിലുള്ള വ്യക്തികളെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഈ 8 തരത്തിലാണ് നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാവരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അന്നേരം ഇന്നത്തെ ഈ ശ്ലോകത്തോടു കൂടി ഈ 5ാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിലെ. ഇനി നാളെ മുതൽ 6ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ അടുത്ത അധ്യായത്തിൽ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, എങ്ങനെ അദ്ദേഹം കൂടുതൽ ഭക്തനായി എന്നൊക്കെ നാരദ മഹർഷി പറയുവാണ്. അന്നേരം നാരദ മഹർഷി പറയുവാണ്, അന്നേരം ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് നോളജാണ്, സാക്ഷാത്കരിച്ച ജ്ഞാനമാണ്, എല്ലാ വ്യക്തികളുടെയും അനുഭവമാണ്. നമ്മൾ ഈശ്വരനെ കണ്ടിട്ടില്ല, ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ടില്ല, പക്ഷെ കുന്തിദേവി കണ്ടിട്ടുണ്ട്. ആ കണ്ട കുന്തിദേവിയാണ് പറയുന്നത് കൃഷ്ണനെ കുറിച്ച്. നമ്മൾ കണ്ടില്ലെങ്കിലും ധ്രുവൻ കണ്ടു ഭഗവാനെ. ധ്രുവൻ കണ്ട കാഴ്ചയാണ് പറയുന്നത്, പ്രഹ്ലാദൻ കണ്ട കാഴ്ചയാണ് പറയുന്നത്, മഹാദേവൻ കണ്ട കാഴ്ചയാണ് പറയുന്നത്. അന്നേരം ഓരോ വ്യക്തികളും ഭഗവാനെ കണ്ടു, അവരുടെ അനുഭവമാണ് ശ്രീമദ് ഭാഗവതം. അല്ലാതെ വാചകമടിയല്ല. അവർ കണ്ട കാര്യമാണ് പറയുന്നത്, അവർ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. ആ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പം ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അർജുൻ്റെ അനുഭവമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? നമ്മളൊരു ഷെയർ ബട്ടൺ അമർത്തും, ലൈക്ക് അമർത്തും, ലവ് സിമ്പിളൊക്കെ അടിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. അതേപോലെ അർജുൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം ഭഗവത്ഗീത എന്തായി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെല്ലാം അവർ ഷെയർ ചെയ്ത് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അതേപോലെ ശ്രീമദ് ഭാഗവതം ഷെയർ ചെയ്ത് നമ്മുടെ അവിടം വരെ എത്തിയിരിക്കുകയാണ്. അന്നേരം അതിനെയാണ് പരമമായിട്ടുള്ള എന്താ പറയുന്നത്, സാമൂഹ്യ സേവനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സത്സംഗം കേൾക്കുന്ന പല ഭക്തജനങ്ങളും പറയാറുണ്ട്, അങ്ങനെ ഇരുന്നപ്പോഴാണ് യൂട്യൂബ് വഴി ഫേസ്ബുക്ക് വഴി ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഇസ്കോൺ ഗുരുവായൂരിൻ്റെ വീഡിയോ കണ്ടതും അങ്ങനെയാണ് കണ്ടു തുടങ്ങിയത്, അല്ലേ? അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പേർ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുന്നത്. അന്നേരം അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് കൊള്ളാം കേട്ടോ, ഇത് നമ്മളെപ്പോലെ ഉള്ള വ്യക്തികൾക്ക് ഒരുപാട് സഹായകരമായിരിക്കും എന്ന് അവർ തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ചോദ്യോത്തരം ചോദിക്കാൻ വേണ്ടിയുള്ള തുടങ്ങിയ ആ ഗ്രൂപ്പിലും ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ഇപ്പോൾ 4-5 ഗ്രൂപ്പ്സായി. അന്നേരം
കൂടുതൽ കൂടുതൽ ഭക്തരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ല, എന്തിനാണ്? ഈ ഒരു സന്ദേശം കൂടുതൽ വ്യക്തികളിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അന്നേരം അതേപോലെ തന്നെയാണ് ശ്രീല പ്രഭുപാദജി എന്താ ചെയ്തത്? ശ്രീല പ്രഭുപാദജി ലോകമെമ്പാടും ഈ ഭഗവാന്റെ സന്ദേശത്തെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. കാരണം ഈ പരമമായിട്ടുള്ള ഭഗവാന്റെ സന്ദേശം ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ, അത് അവർക്ക് ആ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ പറയുന്നു, പരം ദൃഷ്ട്വാ നിവർത്തതേ. അതായത് നമ്മളെല്ലാവരും, ഇപ്പോൾ ഉദാഹരണത്തിന് തെറ്റുകൾ ചെയ്യുന്ന പല വ്യക്തികൾക്കും അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എല്ലാവർക്കും നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം നമുക്കറിയാം. പക്ഷേ എന്തായാലും അർജുൻ പറയുന്നു ഭഗവാനോട്, എനിക്ക് ഭഗവാനെ അറിഞ്ഞുകൊണ്ടും താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും ഒരു വ്യക്തി ബലാത്കാരേണ എങ്ങനെയാണ് തെറ്റ് ചെയ്തു പോകുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കും. അന്നേരം ഭഗവാൻ പറയുന്നു, അതിന് കാരണം കാമമാണെന്ന് പറയുന്നു. രജോ ഗുണത്തിൻ്റെ പ്രഭാവത്താൽ തുടങ്ങുന്ന കാമമാണ് അതിന് കാരണക്കാരൻ. ഈ എല്ലാവിധ ആത്മീയ പാതയുടെയും ആത്മീയ അവബോധത്തിൻ്റെയും വലിയൊരു ശത്രുവാണ് ഈ കാമം എന്ന് പറയുന്നത്. അന്നേരം എന്താണ് ഈ കാമം എന്ന് പറയുന്നത്? ധ്യായതോ വിഷയ പുംസാം. നമ്മൾ വിഷയസുഖത്തെക്കുറിച്ച് കണ്ടംപ്ലേറ്റ് എന്ന് പറയും. കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ കൂടുതൽ ചിന്തിച്ചു തുടങ്ങും. ധ്യായതോ വിഷയ പുംസാം സംഗസ്തേഷു ഉപജായതേ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ വിചാരിച്ചു തൃശ്ശൂർ പോകണമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിന് മുമ്പ് ഞാൻ ഒരിക്കൽ ഈ ഉദാഹരണം നൽകിയതാണ്. അന്നേരം തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം വിചാരിച്ചു, ഉറപ്പിച്ചു തൃശ്ശൂർ പോകണം എന്ന് ഫിക്സ് ചെയ്തു. ഇനി കൂടുതൽ കൂടുതൽ ഞാൻ ആ തൃശ്ശൂർ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ, അവിടെ ചെന്നാൽ ഞാൻ ആരുടെ വീട്ടിലാണോ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അവിടെ ചെന്ന് ഞാൻ ഇത് ചെയ്യണം, അങ്ങനെ അതിനുശേഷം ഞാൻ ഇവിടെ പോകണം എല്ലാം പ്ലാൻ ചെയ്തു. എന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യണം, അത് പർച്ചേസ് ചെയ്യണം, എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങാൻ നേരത്താണ് നമ്മുടെ മേൽ അധികാരമുള്ള ഒരു വ്യക്തി നമ്മളോട് പറയുകയാണ്. അത് നമ്മുടെ ഗൃഹനാഥനോ നമ്മുടെ അച്ഛനോ അമ്മയോ, അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിൽ അധികാരമെങ്കിൽ ഭർത്താവ്, ഭാര്യയ്ക്കാണ് അധികാരമെങ്കിൽ ഭാര്യ ഭർത്താവിനോട്. ഓരോ വീട്ടിലും പറയാൻ പറ്റത്തില്ല, അല്ലേ? ആർക്കാണ് അവിടുത്തെ ഗ്രഹഭരണമെന്ന് അറിയാൻ പറ്റത്തില്ല. അന്നേരം അവിടെയുള്ള ഒരാൾ ഉടൻ തന്നെ പറയുകയാണ് പോകണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമുക്ക് നല്ല സന്തോഷമായിരിക്കും, അല്ലേ? സന്തോഷം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടാൻ തോന്നും. അതോ? അല്ല, വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ തുള്ളാനാണ് നമ്മൾ അന്നേരം പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ വിടമാട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഞാൻ എന്താ പോയാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് തുടങ്ങും, അല്ലേ? അന്നേരം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ധ്യായതോ വിഷയ പുംസാം. ആ ഒരു പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ചിന്തിച്ചു. നമ്മൾ ഇത്രയും ചിന്തിച്ചിട്ടുണ്ടെന്ന് നമ്മളെ തടയുന്ന ആൾക്ക് അറിയത്തില്ല, അല്ലേ? എല്ലാ കാര്യത്തിലും ഇതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം നമ്മളോട് നോ പറയുന്ന വ്യക്തിക്ക് അറിഞ്ഞൂടാ നമ്മൾ എന്തുമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന്. ചിന്തിച്ചത് നമ്മുടെയും തെറ്റല്ല, അവരുടെയും തെറ്റല്ല. പക്ഷെ എന്തായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എപ്പോഴും മാറ്റം സ്വീകരിക്കാൻ തയ്യാറാകണം. ആ മാറ്റത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും. അന്നേരം ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു പോകണം എന്ന് തീരുമാനിച്ചു. അന്നേരം പെട്ടെന്ന് നമ്മുടെ മേൽ അധികാരമുള്ളൊരു വ്യക്തിയാണ് പറയുന്നത് പോകണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ആക്ച്വലി ഇതിനു വേണ്ടിയാണ് പോകുന്നത്, ഇത് നല്ല ഉപയോഗം വരുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് പിന്നെയും പോവാം. കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് ഒന്ന് ബോധ്യപ്പെടുത്തണം. ഇനി രണ്ടാമതും പറഞ്ഞു, എന്നിട്ടും പറഞ്ഞു വേണ്ട. അന്നേരം രണ്ടാമതും കൂടെ ഒന്ന് പറഞ്ഞ് ഇതാണ്, പോയി കഴിഞ്ഞാൽ വലിയ ഇതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ
പല രീതിയിൽ നമ്മൾ മയത്തിൽ പറഞ്ഞു നോക്കുന്നു, എന്നിട്ടും കേട്ടില്ല. മൂന്നാമതും ചോദിക്കുന്നു, മൂന്നാമതും പറയുന്നു വേണ്ട പോകണ്ടെന്ന് പറയുവാണെങ്കിൽ മൂന്നാമതും നമ്മൾ പറയുന്നു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. മൂന്നാമതും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ എന്നെ വിടത്തില്ലേ, അങ്ങനെയാണ് എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് തന്നെ കാര്യം. അങ്ങനെയല്ല അല്ലേ? നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? ഓക്കെ, എന്താണ് പോയാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുക അന്നേരം, അല്ലേ? അന്നേരത്തേക്ക് ഉടനെ പറയുവാണ് ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അത്രയേ ഉള്ളൂ, അതിനുവേണ്ടി ഞാൻ ഇത് ചെയ്യാം, ഇത് ഇങ്ങനെ പറയുന്നത് ചെയ്യാം. എനിക്ക് പിന്നെ പൊയ്ക്കോളൂ, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. പക്ഷേ കേൾക്കാനുള്ള മനസ്സ് രണ്ടുപേർക്കും കാണത്തില്ല. പിന്നെ കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്ഷമയും നമുക്കും കാണത്തില്ല. ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം പോവാൻ എന്നുള്ള രീതിയിലൊക്കെ പല ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. മനസ്സിലായില്ലേ? അന്നേരം ഇതൊക്കെയാണ് പല രീതിയിലും പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അങ്ങനെ നമ്മൾ ക്രമേണ ഇത് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാമത്തിൻ്റെ കാരണമാണ് പറയുന്നത്. ധ്യായതോ വിഷയ പുംസാം. നമ്മൾ ഏത് വിഷയമാകാം, ഇന്ദ്രിയ വിഷയങ്ങൾ. അന്നേരം നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ചോ ധ്യായത്തോ എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക എന്നതാണ്. പൊതുവെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ധ്യാനിക്കാമെന്നും അറിയത്തില്ല, അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം നല്ലപോലെ ധ്യാനിക്കാൻ അറിയാം. നമ്മൾ നമ്മുടെ ഭൗതിക കാര്യത്തിന് വേണ്ടി എന്തുമാത്രമാണ് ധ്യാനിക്കുന്നതെന്നറിയാം. ഇപ്പം ചില അമ്മമാരൊക്കെ, ആരെയും പോയിന്റ് ചെയ്ത് പറയുകയല്ല, അമ്മമാരൊക്കെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. വളരെ പാവമാണ്. പക്ഷേ മിക്ക അമ്മമാരും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേട്ടതിന് ശേഷം വീണ്ടും കറങ്ങി അവിടെ തന്നെ വരുമെന്നുള്ളതാണ്. വീണ്ടും നമ്മൾ പല രീതിയിൽ പറഞ്ഞ് വീണ്ടും അത് കറങ്ങി അവിടെ തന്നെ വരും. അന്നേരം അത് പല രീതിയിൽ പറഞ്ഞു നോക്കിയാലും അത് വീണ്ടും കറങ്ങി വരും, വീണ്ടും കറങ്ങി വരും. അന്നേരം അങ്ങനെയാണ്. അന്നേരം എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് ആണുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യത്തിൽ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ചും ഭൗതിക കാര്യത്തിൽ. ഇപ്പോൾ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള എല്ലാ കാര്യമാണെങ്കിൽ അവർ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. അഡ്വെഞ്ചർ ഒന്നും ഇല്ലെങ്കിൽ ഒരു മനസ്സ് പഠിച്ചിട്ട് എനിക്ക് അതിൽ കൂടുതൽ നേരം അതങ്ങോട്ട് തിരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മമാർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് ആണുങ്ങളുടെ ശാപം കിട്ടിയ ദിവസമായിട്ടാണ് അവർ കാണുന്നത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അമ്മമാരങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, മൊത്തം കട ഇങ്ങ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ, ഹനുമാനെ പോലെ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ എന്ന് അവരൊക്കെ വിചാരിക്കും. പക്ഷെ അതേ സമയത്ത് ആണുങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം പോയി കിട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തങ്ങനെ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറിൽ കിടന്ന് ഉറങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി ചെയ്യുന്നു. അത് രണ്ടുപേരുടെയും സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കടയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകുന്നത് അന്നേരമായിരിക്കും. അന്നേരം ഷോപ്പിങ്ങിന് പോകാം എന്ന് പറയുന്ന സമയത്ത് ഉടനെ ചോദിക്കും എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഇല്ല, നമ്മളൊന്ന് പോയി നോക്കാൻ വേണ്ടിയാണ്, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. പക്ഷേ ഉള്ളിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല രീതിയിൽ ധ്യാനത്തിലൂടെ ആ ഒരു വിഷയത്തെ ധ്യാനം ചെയ്ത് അത് ടി വിയിലൂടെ ആയിരിക്കും ആദ്യം കാണുന്നത്. ടി വിയിലൂടെ കാണുമ്പോഴത്തേക്ക് ഉള്ളിലെന്തോ ഒരു ഇത് കൊള്ളാൻ കേട്ടോ, പുതിയ ഫാഷനാണ്, ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. വീണ്ടും അങ്ങനെ മറക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. കൊള്ളാം, പക്ഷെ നല്ല കോസ്റ്റ്ലിയാണ്, എന്ത് ചെയ്യാനാ. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും മറക്കാൻ ശ്രമിക്കുക, വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. അതായത് നമ്മളെ ധ്യാനിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വീണ്ടും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിന്നെ അടുത്ത ഒരു ഫോൺ വരുന്നത്. നമ്മുടെ ബന്ധുവിൻ്റെയോ കൂട്ടുകാരൻ്റെയോ ആരെങ്കിലുമൊക്കെ ഫോൺ വരുമ്പോഴത്തേക്ക് ഉടൻ തന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഉടനെ പറയും, പുതിയ ഫാഷൻ കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു ശരിയാ, ഞാനും കണ്ടു, കൊള്ളാം അല്ലേ. അത് പറയാം. അന്നേരത്തേക്ക് ആ ധ്യാനം കുറച്ചും കൂടെ ഉറപ്പിച്ചു. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും
മൊബൈലിലൂടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിലും താണ്ട വീണ്ടും ആ ഫാഷൻ വന്നിരിക്കുന്നു. വീണ്ടും മറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് യൂട്യൂബിലും അതേ ഫാഷൻ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ ട്രെൻഡായിരുന്നാൽ പിന്നെ മേടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നോക്കുന്നിടത്ത് എല്ലായിടത്തും നമുക്ക് അത് മാത്രമേ കാണാൻ പറ്റൂ, ധ്യാനം അല്ലേ. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യമാണ്, അതായത് നമ്മൾ ആ ഒരു നടന്നു പോകുമ്പോഴും പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴും എല്ലായിടത്തും നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ കാണാൻ പറ്റൂ. ഇതേപോലെയാണ് ഭഗവാൻ പറഞ്ഞത്, യോമാം പശ്യതി സർവ്വത, എല്ലായിടത്തും എന്നെ മാത്രം കാണൂ. ഇതാണ്. അന്നേരം ധ്യാനം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമല്ല, നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ ധ്യാനത്തിൻ്റെ വിഷയം മാത്രം മാറ്റണം, അത്രയേ ഉള്ളൂ. അന്നേരം സ്വമേധയാ നമുക്ക് ആ ഒരു വിഷയത്തിൽ താല്പര്യം ഉണ്ടായതുകൊണ്ട്, ഇല്ല സ്വാമിജി എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ശരിയാണ്, എല്ലാവരും അങ്ങനെയല്ല. എനിക്കറിയാവുന്ന പല അമ്മമാരുണ്ട്, പല പ്രഭൂസും ഉണ്ട്, അവരൊന്നും അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ടുള്ളവരുണ്ട്. അല്ല, ഷോപ്പിംഗ് ചെയ്യുന്നേ തെറ്റില്ല. അമ്മമാരെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിലെ കാര്യം ആരാ നോക്കുന്നത്? പൊതുവെ ആണുങ്ങൾക്ക് ആണെങ്കിൽ ഇതിലൊന്നും താല്പര്യം കാണത്തില്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാച്ചിലറിൻ്റെ താമസിക്കുന്ന ഒരു റൂമിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോറ് മാത്രം കാണും, ഒരു സീലിങ്ങും കാണും, ഫർണിച്ചറും കാണത്തില്ല, ഒന്നും കാണത്തില്ല. എവിടെയെങ്കിലുമൊക്കെ കിടക്കും, സാധനങ്ങളൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുവാണ്, വിൽക്കാൻ വേണ്ടി വെച്ചതുപോലെ അവിടെ ഇവിടെയായിട്ട് കിടക്കും. പക്ഷെ അതേ സമയത്ത് ഒരു വീട്ടിൽ, ഒരു അമ്മയുള്ള ഒരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ എല്ലാം അതിൻ്റെ രീതിയിൽ ഒതുക്കി എല്ലാം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് അച്ചടക്കത്തോടു കൂടിയും എല്ലാം വയ്ക്കും. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അന്നേരം അമ്മമാർക്കേ അറിയത്തുള്ളൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് ഗ്രഹം ഭരിക്കാൻ ഏറ്റവും പറ്റിയത് അമ്മമാർ മാത്രമാണ്. അവരെ കൊണ്ടേ പറ്റൂ. അവർക്കേ ആ ഒരു പ്ലാനിങ് വരൂ, അവർക്കേ ആ ഒരു ഒരു സിസ്റ്റമാറ്റിക് എല്ലാം ചെയ്യാൻ കുറച്ച് ആ ഒരു മൈൻഡ് അവർക്ക് അങ്ങനെയാണ്, അങ്ങനെ പറ്റൂ. അന്നേരം അതിലൊന്നും തെറ്റല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പൊതുവെ രണ്ടുപേരുടെയും വിഷയം വേറെ ആയിരിക്കും, അതാണ് ഞാൻ പറയുന്നത്. അന്നേരം ധ്യാനിക്കാൻ നമുക്ക് അറിയത്തില്ല എന്നല്ല, ധ്യാനിക്കാൻ അറിയാം. അപ്പോൾ ആണുങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര അവർ ടയേർഡായിട്ട് ഇരിക്കുവാണെങ്കിലും പൊളിറ്റിക്സിൻ്റെ ഒരു വിഷയം അങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങി എന്നുള്ളതാണ്. രാത്രി 12, 1 മണിയായാലും 2 മണിയായാലും പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരം അവർ നാട്ടിലെ പൊളിറ്റിക്സ് മാത്രമല്ല, കേന്ദ്രത്തിലെ പൊളിറ്റിക്സ് മാത്രമല്ല, ലോകത്തിൻ്റെ പൊളിറ്റിക്സ് വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും 2 രാജ്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ വന്ന് ചർച്ച ചെയ്യുന്ന പോലെ. കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവർ തീരുമാനം എടുത്തിട്ട് വേണം അടുത്ത രാജ്യത്തിലെ കാര്യങ്ങൾ നടക്കാൻ. ഇത് ഞാൻ ചുമ്മാ കളിയാക്കുകയല്ല കേട്ടോ, പൊതുവേ നമ്മുടെ ആ ഹ്യൂമൻ സൈക്കോളജി ഞാൻ പറയുകയാണ്. ഇപ്പോൾ ന്യൂസ് ഒരേ ന്യൂസ് ആണെങ്കിലും, ക്രിക്കറ്റും ശരിയാണ്, ക്രിക്കറ്റും അതേപോലെയാണ്, സ്പോർട്സ്, അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം വേണമെന്നുള്ളതാണ്. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വിടത്തില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഒരു വഴി വരെ എത്തും എന്നുള്ളതാണ്. സംസാരിച്ചിട്ട് പിന്നെ അവസാനം അടി വരെയാവും. അത് ശരി, ഇവൻ ശരിയല്ല കേട്ടോ, ഞാൻ പറയുന്നതൊന്നും അംഗീകരിച്ചു തരുന്നില്ല, എൻ്റെ പാർട്ടിയിലുള്ള ആളല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ അവന് ഇഷ്ടമല്ല, എങ്ങനെ പറഞ്ഞ് അടി ഇതൊക്കെയാവും. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, യഥാർത്ഥത്തിൽ ഇവർക്ക് ചിലപ്പം പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, അല്ലേ, രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. പക്ഷെ എന്നാലും ആ ഒരു വിഷയത്തെക്കുറിച്ച് ധ്യാനിച്ച് ആ ഒരു കോൺസെപ്റ്റ് അകത്തോട്ടങ്ങായിരിക്കുകയാണ്. പിന്നെ എന്ത് പറഞ്ഞാലും ഈ ഒരു പാർട്ടിയാണ് ശരി, ഈ ഒരു ലീഡറാണ് ശരി, അല്ലാതെ എല്ലാവരും തെറ്റാണ്. ചിലപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അവർ മൊത്തത്തിൽ ശരിയുമല്ല, മൊത്തത്തിൽ തെറ്റുമല്ല. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ പേരും ജീവാത്മാവാണ്, എല്ലാ പേർക്കും ഭൗതിക ശരീരമുണ്ട്. അതുകൊണ്ട് ഹരേ കൃഷ്ണ, ഈശ്വരന് കൊടുക്കുന്ന ആ ഒരു സ്ഥാനം നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അവരെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശാസ്ത്രമനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീരുമാനമെടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ അംഗീകരിക്കാം. കാരണം എന്താണ്, അവർ ഭരിക്കുന്ന രീതി ശാസ്ത്രമനുസരിച്ചായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മുടെ ഭരണഘടന തന്നെ അങ്ങനെയായിരുന്നു, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ആ ഒരു ശാസ്ത്രത്തെ മാറ്റിയിട്ട് അവർ കൊടുത്ത ഐഡിയ ആണ് എന്താണ്, നമ്മളായിട്ട് നല്ലപോലെ ആലോചിക്കുക നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്നിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇത് ചെയ്യുവാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ പുരാതനമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെക്കുറിച്ചും ഏതൊക്കെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കും, ഏതൊക്കെ രീതിയിൽ തെറ്റുകൾ ചെയ്യും, ആ തെറ്റുകൾ ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ ഫലം ഇങ്ങനെയായിരിക്കും എന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ലേ? അന്നേരം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നടക്കുന്ന, അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ നിയമത്തെ ഒരു അടിസ്ഥാനമാക്കി വെച്ചിട്ട് അതെങ്ങനെയാണ് ഭാരതത്തിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ദൈവീതാരും വേറെ ഒന്നും വിചാരിക്കരുത്, സത്യമായിട്ട് പറയുന്നതാണ്. അന്നേരം ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നേരം നമ്മുടെ ക്ഷത്രിയർ നമ്മുടെ ഈ ഒരു ഇതിനെ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഭരിച്ചിരുന്നത് ഭാരതവർഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യയിൽ ഒതുങ്ങുന്നതല്ല, മൊത്തത്തിൽ ആ ഒരു രീതിയിൽ ഭരിച്ചിരുന്നതാണ്. അന്നേരം ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഡയറക്റ്റ്ലി ശ്ലോകമായിട്ട് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ടാണ്, അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്ലോകം വെച്ചാണ് തുടങ്ങേണ്ടത്. അന്നേരം ഇത് ശ്ലോകത്തിന് മുമ്പായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് ശ്ലോകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. അതാണ് അന്നേരം കുറച്ചും കൂടി നിങ്ങളുടെ ഉള്ളിൽ ആകാംക്ഷ കാണും ആ ശ്ലോകം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ളത്. അന്നേരം അങ്ങനെയുള്ള ആകാംക്ഷയോടുകൂടി ശ്ലോകത്തെ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അകത്ത് മനസ്സിലാവുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്കെല്ലാം ഡ്രൈ ആയിട്ട് തോന്നും. സോ ഐ എം ട്രൈങ് ടു മേക്ക് ഇറ്റ് മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ് ഒന്ന് ആലോചിച്ചു. ഈ ഒരു ശ്ലോകത്തിൽ നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ച് ഫുൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം സത്യം പറഞ്ഞാൽ ആ ശ്ലോകത്തിൻ്റെ ചർച്ചയെക്കാട്ടിയും ആ ശ്ലോകത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ശ്രീല പ്രഭുപാദ്ജി പറഞ്ഞ ആ വചനങ്ങളെ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കാം അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്ലോക പാരായണം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം പ്രതീക്ഷിക്കേണ്ട. പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ശ്ലോകത്തിലെ തത്വം നമ്മൾ ഗ്രഹിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മൾ ഇന്നത്തെ ലോകത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നോക്കുമ്പോൾ ചില വ്യക്തികൾ ഈ ഒരു ഇത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ധർമ്മ ആചാരങ്ങൾ പാലിക്കുന്നു എന്നതിൻ്റെ പേരിൽ അന്ധവിശ്വാസം പുലർത്തി ജീവിക്കുന്നു. അന്ധവിശ്വാസം കാരണം അടിസ്ഥാനരഹിതമായിട്ടുള്ളത്, ശാസ്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ തുടരുന്നു. ഇനി ചില വ്യക്തികൾ നിരീശ്വരവാദവും പറഞ്ഞ് നടക്കുന്നു. രണ്ടും അന്ധവിശ്വാസമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ യുക്തിവാദമെന്ന് അവർ പറയുന്നു, പക്ഷെ യുക്തിവാദം അല്ല തന്നെ, രണ്ടും അന്ധവിശ്വാസമാണ്. യഥാർത്ഥ യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തിപരമായിട്ട് യുക്തമായിട്ട് ചിന്തിക്കുക, യുക്തമായിട്ട് പ്രവർത്തിക്കുക. അന്നേരം ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഗുരുശിഷ്യ പരമ്പരയിലൂടെ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ആചരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മുടെ സമൂഹം ചിട്ടപ്പെടുത്തി എടുക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് വരുന്നത്, പക്വത വരുന്നത്, സ്റ്റേബിലിറ്റി വരുന്നത് സൊസൈറ്റിക്ക്. അന്നേരം ഇത് ഞാൻ മൊത്തത്തിൽ ഭരണഘടനയെ കുറ്റം പറയുക അതൊന്നും അല്ല. പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കാരം എത്രത്തോളം ശ്രേഷ്ഠമായിരുന്നു, നമ്മുടെ ആ ഒരു ഭരണരീതി എത്രത്തോളം ശ്രേഷ്ഠമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നിപ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലം വലിയ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേദങ്ങളെ ഉപനിഷത്തുകളെയൊക്കെ തള്ളിക്കളയുകയാണെങ്കിൽ അത് മണ്ടത്തരവും പൊട്ടത്തരവും ആണെന്ന് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അന്നേരം ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അതിൽ നല്ല രീതിയിൽ ഇപ്പോൾ നിയമപുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഈ ക്രൈം ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യണം, ഈ ക്രൈം ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യണം, ഈ ക്രൈം ചെയ്യുകയാണെങ്കിൽ ഈ പണിഷ്മെൻറ്റ് കൊടുക്കണം, ഇത്ര കാലത്തെ പണിഷ്മെൻറ്റ് ഇങ്ങനെ പണിഷ് ചെയ്യണം, അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് അറിയോ? ആ ക്രൈമിനെ കുറിച്ച് അതിനെക്കാട്ടിയും കൂടുതൽ ആ ക്രൈം ചെയ്യുന്ന മെൻറ്റാലിറ്റി എങ്ങനെ മാറ്റാം അതാണ് പറയുന്നത്. ഇപ്പം മനുസ്മൃതി അനുസരിച്ച് പണിഷ്മെൻറ്റും അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും റൂട്ട് ലെവലിലുള്ള സൊല്യൂഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. അന്നേരം
അന്നേരം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ഉണ്ടാകുമ്പോൾ ക്രിമിനൽ ആൾക്കാരെ പിടിച്ചു കെട്ടുകയും അവരെ പണിഷ് ചെയ്യുന്നതിനെക്കാട്ടിയും ആ ക്രൈം നടക്കാതെ അവരെ രക്ഷിക്കുക, അല്ലെങ്കിൽ ആ ക്രിമിനൽ മെന്റാലിറ്റിയെ നശിപ്പിക്കുക. അതുകൂടാതെ ആ ക്രൈം നടക്കാനുള്ള സാഹചര്യങ്ങളെ എത്രത്തോളം മാറ്റാൻ പറ്റുന്നോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സൈഡിൽ കൂടെ നമ്മൾ അമ്മമാരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലേ, അതേ സമയത്ത് നമ്മുടെ മറ്റു രീതിയിലുള്ള പോണോഗ്രാഫിയും അതും ഇതൊന്നും ഡിസ്കറേജ് ചെയ്യുന്നതുമില്ല, അതിനു വേണ്ടിയുള്ള പ്രോപ്പർ നടപടികൾ എടുക്കുന്നുമില്ല. ഇതാരും കുറ്റപ്പെടുത്താനല്ല, ഇത് തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അവർ സ്വയമല്ലേ അതൊക്കെ ചെയ്യേണ്ടത്, അത് ഓക്കെയാണ്, അത് കറക്റ്റാണ്. പക്ഷെ എന്നാലും അതിനു വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണമെങ്കിലും വേണ്ടേ. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാത്ത രീതിയിലുള്ള ബോധവൽക്കരണവും നമ്മൾ ചെയ്യണം. ഇപ്പം എല്ലാ പേർക്കും അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും എല്ലാ മതങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് അറിവ് കൊടുക്കുന്നുമില്ല, അതേ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രൊഡക്ട്സും കാണും. അന്നേരം ആ കസ്റ്റമറിന് ആ പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ മേടിക്കാൻ പോവുകയാണ്, അന്നേരം ആ മൊബൈൽ ഫോണിനെ കുറിച്ചൊരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടെങ്കിലല്ലേ കറക്റ്റ് ഫോൺ ചൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോൺ എടുത്തുകൊണ്ട് വരും, അത്രയേ ഉള്ളൂ. അന്നേരം ഏതെങ്കിലും രീതിയിൽ എല്ലാവിധ മതഗ്രന്ഥങ്ങളുടെ അന്തിമ സത്യം എന്താണെന്നൊന്ന് ഒരു നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് രീതിയിൽ പഠിപ്പിക്കാതെ, അല്ലാതെ നമ്മുടെ മതം മാത്രം ശ്രേഷ്ഠം എന്ന് പറയാതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നല്ല രീതിയിൽ ഒരു പരിജ്ഞാനം കൊടുക്കണം, എന്നിട്ട് അവർ സ്വീകരിക്കട്ടെ, അവർ ചൂസ് ചെയ്യട്ടെ ഏത് മതം അവർക്ക് വേണമെന്ന്, എങ്കിൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് മതപരമായിട്ടുള്ള ഒന്നും എൻകറേജ് ചെയ്യത്തുമില്ല. അതൊക്കെ ഇതൊന്നും ഇല്ലേ, നമ്മൾ ഇങ്ങനെ സെക്യുലറാണ് അതുകൊണ്ട് ഇതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അപതാളത്തിലാവും, കൂടുതൽ പ്രശ്നത്തിലാവും. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വികർമ്മികളുണ്ട്, ശാസ്ത്രവിരുദ്ധമായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നവർ. അതീന്നും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ് കർമ്മികൾ. കർമ്മികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ. പക്ഷേ അവർ ഭൗതിക ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, ഭൗതിക ലാഭേച്ഛയ്ക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് ഉയർന്ന വ്യക്തികളാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ശരീരമല്ല ആത്മാവാണെന്നുള്ള ജ്ഞാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ. അന്നേരം ഈ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ പോയാൽ അതും അന്തിമമല്ല, മനസ്സിലാക്കിയിരിക്കണം. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മമാണ് ഫൈനൽ. പക്ഷെ ബ്രഹ്മത്തിൽ തീരുന്നില്ല, ബ്രഹ്മത്തിൽ പാത തുടങ്ങുന്നേ ഉള്ളൂ. ഭഗവത്ഗീത പറയുന്നത് ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ഭഗവത്ഗീത. ബാക്കി 16 അധ്യായങ്ങൾ കിടക്കുകയാണ്. അതും ഈ തുടക്കത്തിലെ 2ാമത്തെ അധ്യായത്തിലെ തുടക്കത്തിലാണ് ശരീരമല്ല ആത്മാവാണെന്ന് പറയുന്നത്. പിന്നെ വലിയ വേറെ കാര്യങ്ങളാണ് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ. അതായത് ഭഗവത്ഗീത തുടങ്ങുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്. ഭഗവാന്റെ ഇൻട്രൊഡക്ഷനെ നീ ശരീരമല്ല ആത്മാവാണെന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷെ ആ ബ്രഹ്മസാക്ഷാത്കാരം അവസാനമല്ല, അതൊരു മിനിമം ക്വാളിഫിക്കേഷനാണ് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളത്. കുറഞ്ഞ പക്ഷം ബ്രഹ്മസാക്ഷാത്കാരം എങ്കിലും ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ പറ്റത്തില്ല. അതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, അല്ലാതെ ബ്രഹ്മ അവസാനമല്ല. അന്നേരം നമ്മൾ വീണ്ടും പറയുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുക. വികർമ്മികൾ, ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ. രണ്ടാമത്തെ ആരാണ്? ശാസ്ത്രം അനുസരിക്കുന്നു. ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് സയൻസ് അല്ല, ഞാൻ പറയുന്നത് വേദശാസ്ത്രങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ സയൻസ്. അന്നേരം ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ ക്രിമിനൽസ് എന്ന് പറയുന്ന പോലെ തന്നെ വികർമ്മികൾ. ശാസ്ത്രത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ ക്രിമിനൽസ്. അതുകൂടാതെ ശാസ്ത്രമനുസരിച്ച് ജീവിക്കുന്നു, പക്ഷേ ഉയർന്ന തത്വങ്ങൾ ഗ്രഹിക്കാതെ ആഹാരവും കഴിച്ചു ഉറങ്ങിയും ജീവിച്ചു ഇരിക്കുന്നു. പക്ഷേ വികർമ്മികളും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെന്താണ് ചെയ്യുന്നത്? ശാസ്ത്രമല്ല ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പം മറ്റു വ്യക്തികളെ ദ്രോഹിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യം എന്താണ്? അവരുടെ കാര്യം നടക്കണം, അതിന് മറ്റൊരാളെ ദ്രോഹിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നവർ. പക്ഷെ കർമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നില്ല, പക്ഷെ അവരുടെ ഇച്ഛ എന്താണ്? അവരുടെ കാര്യങ്ങൾ നടന്നു പോകണം, ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അത്രയേ ഉള്ളൂ. ഇനി ജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ
ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. ജ്ഞാനം എന്താണ്? ശരീരമല്ല ആത്മാവാണെന്നുള്ളൊരു തത്വം ഗ്രഹിച്ചുകൊണ്ട്. അതായത് ഇവിടെ എന്നെന്നും തുടരണോ എന്നല്ല അവർക്ക് താല്പര്യം, ഇതിൽ നിന്നും വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനത്തിൻ്റെ മാർഗം. അത് ഫൈനൽ അല്ല. ജ്ഞാനം മാർഗത്തിൽ നമ്മൾ യാത്ര തുടങ്ങുന്നു, അത് അവസാനിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിലാണ്. ആത്മസാക്ഷാത്കാരം ലഭിച്ചില്ല എങ്കിൽ ജ്ഞാനം അപൂർണമായിട്ട് കിടക്കും. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ. ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ കുറേ ബഹൂനാം ജന്മനാം അന്തേ, പല പല മാർഗത്തിൽ സഞ്ചരിച്ച്, ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ഒരുപാട് സഞ്ചരിച്ച് ജ്ഞാനവാനാകുമ്പോൾ അവർക്കാണ് മനസ്സിലാവുന്നത് വാസുദേവ സർവമിതി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നിസ്സാരമല്ല. അതിന് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളാരും ഭഗവത്ഗീത നല്ലപോലെ പഠിക്കാറില്ല. അവർ ചുമ്മാ കുറച്ച് വായിക്കും, ശ്ലോകങ്ങൾ വായിക്കും, മനസ്സിലായി, നമ്മൾ ശരീരമല്ല ആത്മാവാണ്, അന്തിമ ലക്ഷ്യം ബ്രഹ്മത്തിൽ ചേരുക, സായുജ്യം അടയുക. അതാണ് ഭഗവാൻ പറയുന്നത്. അതിന് കൃഷ്ണൻ പറയുന്നത് സർവ്വധർമാൻ പരിത്യജ്യ മാമേകം ശരണം ഭജ. അത് കൃഷ്ണനിലല്ല ശരണാഗതനാകേണ്ടത്, കൃഷ്ണന്റെ ഉള്ളിലുള്ള ബ്രഹ്മത്തിലാണ്. ഈ കൃഷ്ണന്റെ ഉള്ളിൽ എങ്ങനെയാണ് ബ്രഹ്മം വരുന്നത്? കൃഷ്ണനാണ് പരബ്രഹ്മൻ. കൃഷ്ണന്റെ ഉള്ളിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പിന്നെ എന്തോ ബ്രഹ്മമല്ലേ? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? ഭഗവാനും ഭഗവാന്റെ ശരീരമായിട്ട് വ്യത്യാസമില്ല, നമ്മളും നമ്മുടെ ശരീരമായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷെ ഭഗവാന്റെ ശരീരം ബ്രഹ്മമാണ്, ആധ്യാത്മിക ശരീരമാണ് ഭഗവാന്റെ, സച്ചിദാനന്ദ ശരീരമാണ്. ഭഗവാന്റെ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു തേജസ്സാണ് ബ്രഹ്മജ്യോതി, ബ്രഹ്മൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരം നശ്വരമാണ്, ഭഗവാന്റെ ശരീരം നശ്വരം അല്ല. ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദ, സത്താണ്, ചിത്താണ്, ആനന്ദപൂർണ്ണമാണ് ഭഗവാന്റെ ശരീരം. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനെ കാണുമ്പോഴേ ഒരു കറണ്ട് അടിച്ചതുപോലെ നമുക്ക് തോന്നുന്നു. കറണ്ട് അടിച്ചെന്ന് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കറണ്ട് അടിച്ചാൽ നമ്മൾ ബാക്കി ഇരിക്കത്തില്ല, പക്ഷെ കൃഷ്ണനെ കാണുമ്പോഴും അതേപോലെയാണ്, നമ്മൾ ബാക്കി ഇരിക്കത്തില്ല. ഒരു അനുഭൂതി, ആനന്ദാനുഭൂതി, ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ നാമം ജപിക്കുമ്പോഴേ ആനന്ദം അങ്ങോട്ട് തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കണ്ട എന്തുമായിരിക്കും അല്ലേ? വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ദർശനം നൽകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ഒന്നൊന്നര ലഹരിയാണ് അല്ലേ? ആ ഒരു ലഹരി കൊണ്ട്, ആ ഒരു ലഹരിയുടെ രുചി കൊണ്ട് നമ്മൾ എല്ലാം മറക്കുന്നു, വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതിക ലോകത്തിലെ ലഹരി ബാധിച്ച് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറക്കുന്നു. പക്ഷെ ഭഗവാന്റെ ആ ഒരു ആനന്ദ അനുഭൂതിയിൽ നമ്മൾ നമ്മുടെ ഭൗതിക അസ്തിത്വത്തെ തന്നെ മറക്കുന്നു. എന്നിട്ട് നേരെ ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്നു. ആ ഒരു ആനന്ദാനുഭൂതിയാണ്. എന്നിട്ട് അത് തുടങ്ങുന്നത് ജ്ഞാനത്തിൽ നിന്നാണ്. നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നുള്ളൊരു അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പല പ്രാവശ്യവും നമ്മൾ രാമായണത്തിനെ കുറിച്ച് പറഞ്ഞു. എത്രയോ ഋഷിമാരൊക്കെ ആ ഒരു കാട്ടിൽ എത്രയോ യുഗങ്ങളായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ ഹൃദയത്തിൽ പരമാത്മാവിനെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരമാത്മാവ് തന്നെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടങ്ങുന്നത് എങ്ങനെയാണ്? ശരീരമല്ല ആത്മാവാണ് എന്നുള്ളൊരു ബോധത്തിൽ. അതും ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വൈമനസ്യം തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന്. അന്നേരം നമുക്കൊരു ബൂസ്റ്റ് കിട്ടും. ഓക്കെ, ഞാൻ ചെയ്യണം, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ? ജപിക്കാൻ മടി, കൈ വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ജപിച്ചേ പറ്റൂ, ഞാൻ തീരുമാനം എടുത്തതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതകരമായിട്ട് മനസ്സിലാക്കാം, ആ ഒരു ശരീരബോധത്തിൽ നമ്മൾ പുറത്തു വന്നു. നമുക്ക് ആ ദുഃഖം ആ ഒരു ക്ഷണികമാണ്. ദുഃഖം അധികമായിട്ട് ഇരിക്കത്തില്ല, സുഖവും അധികമായിട്ട് ഇരിക്കത്തില്ല. അന്നേരം നമ്മൾ എടുത്ത തീരുമാനം, പ്രതിജ്ഞ, അതുകൊണ്ടാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ സത്സംഗത്തിലുള്ള പല ഭക്തരും ധൈര്യത്തോടു കൂടി പറഞ്ഞു 41 ദിവസത്തെ പ്രതിജ്ഞ, 16 മാല ജപം എന്ന് പറഞ്ഞു തുടങ്ങി. എത്രയോ പേര് അത് സക്സസ്ഫുള്ളി ചെയ്തു. ഇന്നലെ ഒരു അമ്മ പറയുന്നു, ഉറങ്ങിയില്ലേലും ഞാൻ 16 മാല ജപിച്ചിട്ടേ ഞാൻ ഉറങ്ങുന്നു. അന്നേരം നമ്മൾ വിചാരിക്കും ഉറക്കമൊക്കെ ശരിയല്ലെങ്കിൽ. സത്യം പറഞ്ഞാൽ 16 മാല ജപിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചു നേരം ഉറങ്ങിയാലും ആ ഒരു പൂർണ്ണ ഉറക്കത്തിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. കാരണം ഭഗവാനുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്.
നമ്മൾ ചിലപ്പോൾ 8 മണിക്കൂർ ഉറങ്ങിയാലും ഉറക്കം ശരിയാവത്തില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, ചിലപ്പോൾ ഉറങ്ങാതെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ശിവരാത്രിയുടെ അന്ന് നമ്മൾ എല്ലാവരും ഉറങ്ങാതെ തന്നെ എത്ര നേരം ഇരുന്നു വൃന്ദാവനത്തിലെ കഥകളൊക്കെ ചർച്ച ചെയ്തിട്ട്. എന്തുകൊണ്ട് നമുക്കത് സാധിച്ചു? കാരണം നമുക്ക് ഇഷ്ടമുള്ള, ആത്മാവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറക്കത്തിൻ്റെ ആവശ്യമില്ല. അന്നേരം എന്തിനാണ് നമ്മൾ ഉറക്കം ആഗ്രഹിക്കുന്നത്? കാരണം ജോലി ചെയ്ത് 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 നമ്മുടെ മനസ്സങ്ങ് ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, എത്ര ചിന്തകളെന്ന്. അന്നേരം ആ ചിന്തകളുടെ കപ്പാസിറ്റി തീർന്നെന്നാണോ? അല്ല, തീർന്നിട്ടില്ല. പക്ഷേ നമുക്ക് അത്ര താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ചല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ചാണ് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ മനസ്സിനൊരു ലിമിറ്റില്ല. അടിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ഇല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിലൊരു മടുപ്പ് തോന്നത്തില്ല. അതാണ് ഗോപികമാരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാതക പക്ഷികളെ പോലെ ഇങ്ങനെ കണ്ണും തുറന്നു പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചാതക പക്ഷികൾ എങ്ങനെയാണോ കാർമേഘത്തെ നോക്കിയിരിക്കുന്നത്, എപ്പോഴാണ് ആ കാർമേഘം ഒന്ന് വർഷിക്കുന്നത്, എൻ്റെ ദാഹമൊക്കെ ഒന്ന് തീർക്കാൻ, അതേപോലെ നമ്മുടെ കാർമുകിൽ വർണ്ണനായിട്ടുള്ള മദൻ ഗോപാൽ ഒന്ന് കാരുണ്യം വർഷിക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് കണ്ണനെ ഒന്ന് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അന്നേരം ആ കാർമേഘം അങ്ങോട്ട് വർഷിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം അതിലപ്പുറം ഒന്നുമില്ല. അന്നേരം ചിന്തകൾക്കൊരു ലിമിറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം മനസ്സിന് സ്വസ്ഥത കിട്ടാത്തത് എന്തുകൊണ്ടാണ്? സ്വസ്ഥതയുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. സ്വസ്ഥതയില്ലാത്ത വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ ഈ സുന്ദരമായിട്ടുള്ള രൂപം എത്ര കണ്ടാലും മതി വരുമോ? ഇല്ല, മതി വരത്തില്ല. എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, നമ്മുടെ ആത്മാവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് നാമം ജപിച്ചാൽ സത്യം പറഞ്ഞാൽ മടി തോന്നത്തില്ല. പക്ഷെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. പൂച്ച കണ്ടില്ല, ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് നോക്കും, ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും നമ്മൾ കരയിൽ തന്നെ ഇരിക്കുന്നത്. ഇറങ്ങിയാൽ പ്രശ്നമാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എടുത്തങ്ങ് ചാടണം. നല്ല കാര്യം, ശുഭസ്യ ശീഘ്രം എന്ന് പറയുന്ന പോലെ നല്ല കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങ് എടുത്ത് ചാടണം. എന്ത് വന്നാലും അത് വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. പക്ഷെ തെറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? എടുത്ത് ചാടാറുണ്ട്. അന്നേരമൊന്നും നമ്മളിങ്ങനെ തൊട്ട് നോക്കാറില്ല. വേണോ വേണ്ടയോ, ഇതായാലും എങ്ങനെയിരിക്കും, അതായാലും എങ്ങനെയിരിക്കും. പക്ഷെ നാമം ജപിക്കണമെങ്കിൽ നമുക്കൊരു 100 ചോദ്യമാണ്. ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാവത്തില്ലേ? അതുകൊണ്ട് ജപിക്കാത്തതല്ലേ നല്ലത്. ഇപ്പം ജപിച്ചിട്ട് ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമല്ല, അതുകൊണ്ട് ജപിക്കാതിരിക്കുന്നത് നല്ലത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് പിന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാത്തതാണ് നല്ലത്. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കണം. അതിലെന്തെങ്കിലും ബുദ്ധിയുണ്ടോ? ഇല്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മളത് ചെയ്യുക എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നാമജപം കൊടുക്കാതിരിക്കുക, ഭാഗവതം പഠിക്കുന്നത് നിർത്താതിരിക്കുക. ഇപ്പോൾ അതീന്ദ്രിയ നമ്മളുടെ ശരീരമല്ല, നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കുക. അന്നേരം നമുക്ക് നാമം ജപിച്ചേ പറ്റൂ, ഭാഗവതം വായിച്ചേ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാസത്തിലെ ആ സമയമൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നാമം ജപിക്കുന്നത് എങ്ങനെയാണ്? ഇത് 2 രീതി നമുക്ക് കാണാം. എങ്ങനെ? ഇനിയിപ്പം ജപിക്കണ്ട, ഈ പേരും പറഞ്ഞ് നമുക്ക് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലവരിക്കും. പക്ഷെ ചിലവരെന്ത് ചെയ്യും? ജപമാല തൊടാനും പാടില്ല, ജപിക്കുകയും വേണം. എങ്ങനെ ചെയ്യാം? എന്തെങ്കിലും ക്ലിക്കർ വെച്ച് ഉപയോഗിക്കുക, വിരൽ വെച്ച് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ. ജപം നിർത്തത്തില്ല. ജപം എന്തായാലും ചെയ്യും. കാരണം നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. ഭഗവാൻ കൃഷ്ണനാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഭാഗവതം വായിക്കാം. ഭാഗവതം തൊട്ട് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇതൊക്കെയല്ലേ എന്ന് പറയുമ്പോൾ എന്താ മൊബൈലിൽ വായിക്കാം. മൊബൈലിൽ നമ്മൾ എന്തൊക്കെയാണ് വായിക്കുന്നത്? വാട്സപ്പും ഇതൊക്കെ വായിക്കുന്നു. അതിന് വരെ വാട്സപ്പ് അതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ശ്രീമദ് ഭാഗവതം വായിക്കാം, ഭഗവത്ഗീത വായിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കേന പ്രകാരേണ, ഏതെങ്കിലും രീതിയിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതമാക്കുക. ഇനി വായിക്കാൻ കിട്ടിയില്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യുക? ഓഡിയോ പ്ലേ ചെയ്യുക. അല്ലെ, ഇപ്പം ചില ഭക്തരൊക്കെ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ട് കീർത്തനം കേട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ? ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് സ്മരിക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അന്നേരം എത്രത്തോളം നമ്മൾ ഭഗവാന്റെ സ്മരണയിൽ ഇരിക്കുന്നോ, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികർമ്മികളെക്കാട്ടിയും ബെറ്ററാണ് കർമ്മികൾ
കർമ്മികളെക്കാട്ടിയും ബെറ്ററാണ് ജ്ഞാനികൾ, ജ്ഞാനികളെക്കാട്ടി ബെറ്ററാണ് യോഗികൾ. കാരണം യോഗികൾ ധ്യാനനിമഗ്നനായിട്ട് ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം, ശംഖുചക്ര ഗദാപത്മത്തോടു കൂടിയുള്ള രൂപം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിൽ. അന്നേരം ഭഗവാനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ യോഗികളെല്ലാം ഇങ്ങനെ ദർശിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതേ വ്യക്തി തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതാണ് ഭഗവത് സാക്ഷാത്കാരം, ഭഗവാൻ മുന്നിൽ നിൽക്കുന്ന ആ ഒരു അനുഭവം. അന്നേരം ബ്രഹ്മസാക്ഷാത്കാരം പരമാത്മ സാക്ഷാത്കാരത്തെക്കാട്ടിയും ഏറ്റവും ഉയർന്ന സാക്ഷാത്കാരമാണ് ഭഗവത് സാക്ഷാത്കാരം. ഭഗവാൻ നേരിൽ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു അനുഭൂതി. അന്നേരം ഈ പരമാത്മാ ആദ്യം ഇവർ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് തുടങ്ങി അതിനുശേഷം പരമാത്മ സാക്ഷാത്കാരത്തിൽ എത്തി അവർ ഹൃദയത്തിൽ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തൃപ്തി വരുന്നില്ല. അന്നേരം അതേ വ്യക്തി തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അന്നേരം അവർക്കെല്ലാം മോഹമായി, എന്താണ്, ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ. അന്നേരം എല്ലാവരും വന്നിട്ട് പറയാം, ഭഗവാനെ ഒന്ന് തൊട്ടോട്ടെ. ഭഗവാൻ പറഞ്ഞു, സോറി, ഈ ഒരു ജന്മത്തിൽ പറ്റത്തില്ല. നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, വലിയ പ്രശ്നമാണ്. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും, നമ്മൾ കൂട്ടത്തിൽ വന്നോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, അങ്ങയുടെ കൂട്ടത്തിൽ വന്നോട്ടെ, അങ്ങയ്ക്ക് വേണ്ടി ആഹാരം നമ്മൾ ഉണ്ടാക്കി തരാം, ഇത് ചെയ്യാം അത് ചെയ്യാം, അങ്ങയുടെ സേവകനായിട്ട് ഇന്നോട്ടെ. ഭഗവാനെ പിന്നെ വിടത്തില്ല. പിന്നെ ഭഗവാന്റെ ലക്ഷ്യമൊക്കെ നടക്കത്തില്ല. എന്താണ്, ശ്രീരാമ ഭഗവാൻ രാവണനെ വധിക്കാൻ വേണ്ടി പോവുകയാണ്. രാക്ഷസന്മാരെയൊക്കെ പല പല ഉദ്ദേശങ്ങളുണ്ട്. സീതാദേവിയെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇവരെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ സമ്മതിക്കുമോ? ഒന്നും നടക്കത്തില്ല. രാമായണം അവിടെ തന്നെ തീരും. പക്ഷെ ഇതിനെല്ലാത്തിനും പോകുമ്പഴിയായിട്ട് എന്താണ്, ഭഗവാൻ കൃഷ്ണൻ വരുമ്പോൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ശ്രീരാമ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ്. ഇവരെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? വാനരന്മാരുണ്ട്, ഇവരുണ്ട്, എല്ലാവരെയും കൂടെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ ശ്രീരാമ ഭഗവാന് ചിലപ്പോഴൊക്കെ ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഭഗവാനായിട്ട് പോലും സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. പക്ഷെ കൃഷ്ണനാകുമ്പോൾ എന്താണ്, എത്ര പേരെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാം, എത്ര പേരെ വേണമെങ്കിലും. ഭഗവാൻ ഒരിക്കലും എന്താ പറയുന്നത്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവത്തില്ല. കൃഷ്ണൻ ഒരിക്കലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവത്തില്ല. ഭഗവാൻ കൃഷ്ണന് വേണമെങ്കിൽ എത്ര കൃഷ്ണനെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. കൃഷ്ണനെ പോലെ കൃഷ്ണൻ മാത്രം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 306 പേര് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോരോ കൃഷ്ണനെ കിട്ടാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ള കൃഷ്ണൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം സോൾവ് ചെയ്യുന്ന ആള്, നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ആള്, എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു കൃഷ്ണനെ കിട്ടാൻ പറ്റും. ആ കൃഷ്ണൻ നിങ്ങളുടെ മാത്രമായിരിക്കും. ഇത് ഭഗവാനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇപ്പം ഗോപികമാരൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഗോപികമാരൊക്കെ, ആ കോടിക്കണക്കിന് ഗോപികമാരുണ്ടായാലും ആ കോടിക്കണക്കിന് ഗോപികമാർക്കും കോടിക്കണക്കിന് കൃഷ്ണനെ കിട്ടിയെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 16,108 ഭാര്യമാരുണ്ടായിട്ടും ആ ഒരു 16,108 ഭാര്യമാർക്കും 16,108 രൂപങ്ങളായിട്ട് ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഓരോ കൂട്ടുകാരുടെ കൂട്ടത്തിലും ഭഗവാൻ കൃഷ്ണനുണ്ട്. ഏറെ പറയുന്നു, വൃന്ദാവനത്തിലുള്ള ഓരോ പുഷ്പങ്ങളും വൃക്ഷലതാദികളും ആ ഓരോ വസ്തുവകകൾക്കും വേണ്ടി ഭഗവാൻ കൃഷ്ണൻ അവിടെ സമയം കൊടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അന്നേരം എന്തൊക്കെയാണെങ്കിലും ആ ഭഗവാനെ നമുക്ക് ലഭിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എളുപ്പമല്ല. നമ്മൾ ഭഗവാനെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം ചെയ്യണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഭഗവാനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നോക്കാം എന്താ ശ്രീല പ്രഭുപാദ് എടുത്തു പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. हरि ओम तत्सत। श्रील प्रभुपाद की जय। निताय गौर प्रेमानंदे। हरि हरि बोल।
അന്നേരം ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്നേരം ഇന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 40ാമത്തെ ശ്ലോകം എന്താണ്? വ്യാസമഹർഷി എടുത്ത് നാരദ മഹർഷി പറയുവാണ്, ത്വം അപി അദഭ്രശ്രുതാ വിശ്രുതം വിഭോ. അങ്ങ് അദഭ്ര എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് ശ്രുത, വൈദിക ശാസ്ത്രങ്ങളൊക്കെ ശ്രവിച്ചിട്ടുണ്ട്. ശ്രുത എന്ന് പറയുന്നത് വൈദിക ശാസ്ത്രങ്ങളാണ്. അതെല്ലാം വളരെ വിസ്തരിച്ചു. വിശ്രുതം കേട്ടിട്ടുണ്ട്. വിഭോ ആരെക്കുറിച്ച്? ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സമാപ്യതേ അതിൽ അങ്ങ് തൃപ്തനുമാണ്. യേന വിദാം ബുഭുത്സിതം, അതായത് ഈ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കാൻ തൽപരരായിട്ടുള്ള വ്യക്തികൾ പ്രാഖ്യാഹി പ്രകീർത്തിക്കുക, ദുഃഖൈ മുഹു എല്ലാവിധ ദുഃഖത്തെയും ശമിപ്പിക്കുന്നു. അർദ്ദിത ആത്മാനാം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. സംക്ലേശ നിർവാണം, സംക്ലേശ എല്ലാവിധ ക്ലേശങ്ങളും നിർവാണം പ്രാപിക്കുന്നു, അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടുന്നു. ഉഷന്തീത അന്യഥ വേറൊരു വഴിയുമില്ല എന്നാണ്. എത്ര മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് നോക്കണേ. ത്വം അപി അദഭ്രശ്രുതാ വിശ്രുതാം വിഭോ സമാപ്യതേ യേന വിദാം ബുഭുത്സിതം പ്രാഖ്യാഹി ദുഃഖേർ മുഹുർ അർദ്ദിതാത്മനാം സംക്ലേശ നിർവാണം ഉഷന്തി ന അന്യഥ എന്നാണ് പറയുന്നത്. അന്നേരം ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ അങ്ങ് ഇത്രയും വലിയ ജ്ഞാനത്താൽ അങ്ങ് ഗ്രഹിച്ചിരിക്കുന്നു. ഈ ഒരു കാര്യം മാത്രമേ വിദ്വാനായിട്ടുള്ള വ്യക്തികൾ, യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകൂ, വേറൊരു വഴിയും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് അന്നേരം ജ്ഞാനത്തിൻ്റെ മാർഗത്തിലുള്ള വ്യക്തികൾ, അതായത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിലുള്ള വ്യക്തികൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് ഈ ഒരു സന്ദേശത്തിലൂടെയാണ്. അതേ സമയത്ത് സാധാരണക്കാരിൽ സാധാരണ വ്യക്തികളുടെ പ്രശ്നത്തിനൊരു പരിഹാരവും ഈ ഒരു അതീന്ദ്രിയ ജ്ഞാനം, ഭഗവാനെക്കുറിച്ചുള്ള ലീലകളാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരും ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം കേൾക്കുമ്പോൾ അവർക്കൊരു സംതൃപ്തിയാണ്. അതേ സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള, ഞാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മളെല്ലാം സാധാരണ വ്യക്തികളാണ്. അതായത് നമ്മളെല്ലാവരും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഒരു രക്ഷയായിട്ട് നമുക്കിത് തോന്നുകയാണ് അല്ലേ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിട്ട് നമുക്കൊരു അനുഭവം കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ദുഃഖങ്ങൾ മാറുകയാണ്. ഇവിടെ എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? സംക്ലേശ നിർവാണം, ക്ലേശങ്ങളെല്ലാം അതിൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. അതാണ് ശ്രീല പ്രഭുപാദി പറയുന്നത്. അന്നേരം നാരദ മഹർഷി സ്വന്തം അനുഭവത്താൽ എല്ലാവിധ ഭൗതിക പ്രശ്നത്തിനും ഒരു പരിഹാരം പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഒരേ ഒരു ഒറ്റമൂലി എന്താണ്? ഭഗവാനെക്കുറിച്ചുള്ള ലീലകൾ പാടുക, ഭഗവാന്റെ കഥാശ്രവണം. പക്ഷേ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ എങ്ങനെയുള്ള കഥാശ്രവണമായിരിക്കണം? ആ ആചരണത്തിലൂടെയുള്ള കഥാശ്രവണമായിരിക്കണം. ആധികാരികമല്ലാത്ത രീതിയിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ കേട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നില്ല, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല. ആ പറയുന്ന വ്യക്തിയുടെ ബോധമാണ് നമ്മൾ സ്പർശിക്കുന്നത്. അന്നേരം നമ്മൾ ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ നോക്കുന്നത് കൊണ്ട് ശ്രീല പ്രഭുപാദിയുടെ പരിശുദ്ധ ബോധമായിട്ടാണ് നമ്മൾ സ്പർശിക്കുന്നത്. അന്നേരം ആ പരിശുദ്ധ ബോധത്തെ സ്പർശിക്കുമ്പോൾ നമുക്കും ആനന്ദം ലഭിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഭൗതിക മാലിന്യങ്ങൾ നിറഞ്ഞ ബോധത്തിൽ നിന്നും എല്ലാവിധ ധ്യായത്തോ വിഷയ പുംസ, നമ്മൾ പറഞ്ഞില്ലേ, പല രീതിയിലുള്ള ധ്യാന വിഷയം, ഭൗതിക വിഷയത്തെക്കുറിച്ച് ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തി വിഷയത്തിൽ നിന്നും, അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ആ ഒരു ഭഗവാന്റെ ലീലകൾ നമുക്ക് മാറ്റം വരുത്തത്തില്ല. നമ്മൾ ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷേ ഹൃദയത്തിൽ മാറ്റം വരത്തില്ല. കേൾക്കുന്നു, നമ്മൾ തോന്നുന്നു ഭഗവാനെ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം വരുന്നത്, എന്താണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്, അങ്ങേക്ക് വേണ്ടി ഞാൻ ഇത്രയും നല്ല ഭക്തനല്ലേ. ഭഗവാൻ എന്താ പറയുന്നത്?
നമ്മൾ ഭക്തി ആചരിക്കുന്നു, പക്ഷെ ആചരിക്കേണ്ട രീതിയിലല്ല നമ്മൾ ആചരിക്കുന്നത്. കേൾക്കേണ്ടടുത്തൊന്നല്ല നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റം വരാത്തത്. കേൾക്കേണ്ട രീതിയിൽ കേൾക്കേണ്ടടുത്തുനിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആചരിക്കാനും ഒരു പ്രചോദനം ലഭിക്കും, നാമം ജപിക്കാനും ഒരു പ്രചോദനം ലഭിക്കും. ആ ജപത്തിലൂടെ ആധികാരികമായിട്ട് ലഭിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാറ്റി വയ്ക്കുമ്പോഴും പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം മാറുന്നില്ല? തീർച്ചയായിട്ടും മാറും, ഉറപ്പാണിത്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് മാറ്റങ്ങൾ വരാത്ത? എന്തുകൊണ്ടാണ്? കാരണം ഒന്ന്, ആധികാരികമായിട്ടുള്ള രീതിയിലല്ല നമ്മൾ പലതും ചെയ്യുന്നത്. രണ്ട്, ആധികാരികമായിട്ടുള്ള രീതിയിലല്ല നമ്മൾ കേൾക്കുന്നത്. പിന്നെ ആധികാരികമായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ഓരോ ജപവും അതൊക്കെ നടത്തുന്നത്. മന്ത്രം ആധികാരികമായിരിക്കത്തില്ല. ഇതൊന്നും ദൈവം വിചാരിക്കരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യമായിട്ടും അങ്ങനെയല്ല. അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല നമുക്ക്. നമ്മുടെ ഉദ്ദേശം സത്യമായിട്ട് പറയുക എന്നതാണ്. എന്നിട്ട് ഇത് ഫലേന പരിചയത്തെ എന്ന് പറയുന്നത് പോലെ ഫലത്തിൽ നിന്ന് ഒരു മരുന്ന് എത്രത്തോളം നല്ലതാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ മരുന്ന് കഴിച്ചു നോക്കുമ്പോൾ ആ മരുന്ന് നമ്മുടെ രോഗത്തെ മാറ്റുന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ രോഗത്തിൻ്റെ ആ ഒരു തീവ്രതയ്ക്ക് ഒരു ശമനം വരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ മരുന്ന് കൊള്ളാം. അതേപോലെയാണ്. അന്നേരം നമ്മളെല്ലാം ദുഃഖത്തിലാണ്, ത്രിവിധ ക്ലേശങ്ങളിലാണ്. ആ ഒരു ക്ലേശങ്ങൾക്കുള്ള ആ ഒരു പരിഹാരമാണ് ഈ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകളൊക്കെ. അന്നേരം ആധികാരികമായിട്ട് നമ്മളത് കേട്ട് നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഞാൻ ഉറപ്പ് നൽകുന്നു, 10-20 വർഷം കൊണ്ട് വരാത്ത മാറ്റം ഏതാനും ദിവസങ്ങൾക്കകം വരെ നമുക്ക് ലഭിക്കും. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ആകെ മാറും. 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റ് വ്യക്തിയാണ്. പുറമെ കാണുമ്പോൾ നമ്മൾ സാധാരണ വ്യക്തിയായിട്ട് തന്നെ തോന്നും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ച് ഓരോ വർഷവും ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മുടെ ഉള്ളിൽ ഭഗവാനുമായിട്ടുള്ള ആ ഒരു സാന്നിധ്യവും സാമീപ്യവും ഇങ്ങനെ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. അന്നേരം നമ്മുടെ ജീവിതം എന്തൊരു ആനന്ദമയമായിരിക്കും എന്നറിയുക. പിന്നെ ഈ ലോകത്തിൽ ഒരു പ്രശ്നവും നമ്മളെ ബാധിക്കും. നമ്മളൊരു താമരയെ പോലെ ഇരിക്കും. വെള്ളത്തിലാണ്, പക്ഷേ വെള്ളത്തിലല്ല. നമ്മുടെ നാട്ടിലെല്ലാവരും കൂടുതലും വെള്ളത്തിലാണ്. അങ്ങനെയുള്ള വെള്ളത്തിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെള്ളത്തിലാണെങ്കിലും ഭൗതിക മാലിന്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ ഈ ഭൗതിക ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. എന്താണ്? ബി ഇൻ ദിസ് വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദിസ് വേൾഡ്. നമ്മൾ ഈ ലോകത്തിലാണ് താമസിക്കുന്നത്, പക്ഷെ നമ്മൾ ഈ ലോകത്തിൻ്റെ അല്ല. എന്തോ കാരണത്താൽ ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്തു, വെക്കേഷൻ വന്നിരിക്കുകയാണ്. ആ വെക്കേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വെക്കേഷൻ കഴിഞ്ഞു, തിരിച്ചു പോകണം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വെക്കേഷൻ ഒരു വല്ലാത്തൊരു വെക്കേഷനായിപ്പോയി. ഈ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ കാശ് നഷ്ടപ്പെട്ടു, പല ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് മാറി എങ്ങനെയെങ്കിലും ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? മടുത്തു, ഈ വെക്കേഷൻ അത്രയും മടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ അങ്ങനെയാണ്, ഒരു വെക്കേഷന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. അവസാനം എന്താണ്? പല ആൾക്കാരും നമ്മളെ കിഡ്നാപ്പ് ചെയ്തു. എന്താണ്? കാമക്രോധ മോഹ ലോഭ മത മാത്സര്യമൊക്കെ നമ്മളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അടിമയായിട്ട്, നമ്മുടെ മനസ്സിൻ്റെ അടിമയായിട്ട് നമ്മളെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാലും ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും മനസ്സിനെ മൂക്ക് നോക്കി ഒരു നോക്കൗട്ട് ചെയ്ത് ഇടിച്ച് വീഴ്ത്തിയിട്ട് രക്ഷപ്പെടാൻ നോക്കുക, അല്ലാതെ വേറെ രക്ഷയില്ല. നമ്മുടെ ആത്മബലം കൊണ്ട്, നമ്മുടെ സ്പിരിച്വൽ മസിൽസ് കൊണ്ട്, അല്ലാതെ ഭൗതിക മസിൽസ് കൊണ്ട് ഒരു ഉപയോഗമില്ല. ഫിറ്റ്നസ് ഒക്കെ നല്ലതാണ്, പക്ഷേ ആത്മബലം ഇല്ലാതെ പിന്നെ എന്താണ് പ്രയോജനം? വലിയ ബോഡി ആയിരിക്കും, പക്ഷേ മരണഭയം മാറിയിട്ടില്ല, പിന്നെ എന്താണ് പ്രയോജനം എന്ന് ആലോചിച്ചു നോക്കണേ. വലിയ 7 അടി 8 അടി പൊക്കവും ഭയങ്കര എന്താ പറയുന്നത്, ഒരു പാറ മാതിരിയുള്ള മസിൽസും കാണും, പക്ഷെ മരണഭയം മാറിയിട്ടില്ല, പിന്നെ എന്താണ് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അതിനെക്കാട്ടി നല്ലതാണ് ഈ മസിൽസ് ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഇരുന്നിട്ടും തടിയും ഇതൊന്നും ഇല്ലെങ്കിലും ആ ഒരു മരണഭയം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ബലം. അതാണ് യഥാർത്ഥ ബലം, അതാണ് ആത്മബലം. അതുകൊണ്ട് ആ സ്പിരിച്വൽ മസിൽസ് ഡെവലപ്പ് ചെയ്യൂ. എൻ്റെ ഒന്നും ഫിറ്റ്നസ് ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആ സ്പിരിച്വൽ മസിൽസ് ഉപയോഗിച്ച് മനസ്സിനെ കീഴ്പ്പെടുത്തൂ. മനസ്സിൻ്റെ അടിമയാകുന്നതിൽ നമ്മൾ രക്ഷപ്പെടൂ.
എന്നിട്ടെന്താണ്, വെയിറ്റ് ചെയ്യൂ, അങ്ങോട്ട് തിരിച്ച് എൻട്രി തുറക്കുന്ന സമയത്ത്, വാതിൽ അവിടെ നിന്ന് നമുക്കായിട്ട് തുറക്കുന്ന സമയത്ത് ഒറ്റ പോക്ക്, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിനു വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. ആ ഒരു തിരിച്ചു പോകുന്നത് വരെ നമുക്കിവിടെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആലോചിക്കൂ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുന്നു, പല കാര്യങ്ങളും അതീന്ദ്രിയമായിട്ടുള്ള ഗുണങ്ങൾ മാത്രമേ എല്ലാവരെയും സഹായിക്കൂ. എന്നിട്ട് ശ്രീല പ്രഭുപാദി പറയുന്നു, 4 തരത്തിലുള്ള നല്ല വ്യക്തികളുണ്ട്. സുഹൃതി, സൗഭാഗ്യമുള്ള സുഹൃതി ജനങ്ങൾ. ആ ഭഗവത്ഗീതയിൽ ഭഗവാൻ എടുത്തു പറയുന്നു, ചതുർവിധ ഭജന്തേ മാം, 4 തരത്തിലുള്ള വ്യക്തികൾ എൻ്റെ ഭക്തരാകുന്നു. ആരൊക്കെയാണ്? ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ടിനൊരു പരിഹാരമായിട്ട് ഭഗവാന്റെ അടുത്ത് എത്തുന്നു. അല്ലെങ്കിൽ പിന്നെ എന്താണ്, അവർക്ക് കാശ്, സമ്പത്ത്, എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ളപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമ്പത്ത് ലഭിക്കും എന്നൊരു വിശ്വാസത്തോടുകൂടി അവർ വരുന്നു. അല്ലെങ്കിൽ പിന്നെ അവരുടെ ജ്ഞാനം, അതായത് ശരീരമല്ല ആത്മാവാണെന്നുള്ള രീതിയിൽ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ കൂടുതൽ സഞ്ചരിച്ച് അങ്ങനെ അന്വേഷിച്ച് ഭഗവാന്റെ അടുത്ത് താല്പര്യപ്പെടുന്ന വ്യക്തികൾ. പിന്നെ ചില വ്യക്തികൾക്ക് വളരെയധികം ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇൻക്യൂസിറ്റീവ്നെസ്, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ കൃഷ്ണനെക്കുറിച്ച് ചെയ്യുമ്പോൾ വളരെ രഹസ്യങ്ങളുള്ള വ്യക്തിയാണല്ലോ, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ അറിയാൻ കൂടുതൽ താല്പര്യം ജനിച്ച് കൂടുതൽ ചിന്തിച്ച് അങ്ങനെ ഭഗവാന്റെ അടുത്ത് വരുന്ന വ്യക്തി. അന്നേരം ഭക്തൻ എന്ന് പറയുമ്പോൾ ഈ 4 കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ 4 ഏതിലുമാണ് നമ്മൾ. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതായത് എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഒരാളെ നോക്കുകയാണ്, ആരെയും കിട്ടുന്നില്ല, അവസാനം നമ്മൾ കൊളുത്തു വരുന്നത് കൃഷ്ണനിലാണ്. അന്നേരം അങ്ങനെ നമ്മൾ ഭക്തരായവർ. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ദാരിദ്ര്യം കൊണ്ട് വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും തികയുന്നില്ല കാശ്. നമ്മുടെ വീടൊന്ന് നടത്തിക്കൊണ്ട് പോകാൻ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഭഗവാന്റെ ആ ഒരു ഇതിലോട്ട്, ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അങ്ങനെ കൃഷ്ണന്റെ അടുത്ത് വരുന്ന വ്യക്തികളുണ്ട്. ഇനി 3ാമത്തെ വ്യക്തികൾ എങ്ങനെയാണ്? അവർ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവർക്ക് ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു. ഞാൻ ശരീരമല്ല ആത്മാവാണ്, ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ആകർഷണം തോന്നി. ഭഗവാനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ജ്ഞാനം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കുന്നു. ഭഗവാൻ ഭോക്താറാം യജ്ഞ തപസാം സർവ്വലോക മഹേശ്വരം, എല്ലാത്തിൻ്റെയും അധിപൻ ഭഗവാനാണ് എന്നുള്ള രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കുന്നവൻ. ഇനി ഇത് എന്തു പറയുന്നേ, കൂടുതൽ അറിയാൻ താല്പര്യം കൊണ്ട്, ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന പോലെ ഒരു രഹസ്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു. കൃഷ്ണനെ സംബന്ധിച്ച് എപ്പോഴും രഹസ്യമാണ്. ഇപ്പോൾ മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ രഹസ്യമാണ്. ശകുനിക്ക് ഏറ്റവും കൂടുതൽ വട്ടുപിടിപ്പിച്ച ആളെന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ്. ഭക്തർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് എപ്പോഴും വലിയൊരു രഹസ്യമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കാണുമ്പോൾ നിസ്സാരൻ, പക്ഷെ കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പണി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങേയറ്റത്തെ പണിയാണ്. ഇടിക്കുന്ന ഇടിയുമായാലും കൊടുക്കുന്ന പണിയായാലും ആർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇടിയും കൊണ്ട് വീഴുമ്പോഴാണ് ഇത് ആള് നിസ്സാരനല്ല കേട്ടോ. കംസൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കൊച്ചുകുട്ടിയെ പോലെ ആദ്യം തോന്നി. എല്ലാവരും കൊച്ചുകുട്ടി എന്ന് വിളിച്ചിട്ടാണ് കുറേ മാമൻ കളിപ്പാട്ടങ്ങൾ അയച്ചത് കുട്ടിക്ക് കളിക്കാൻ വേണ്ടി. മരുമോന് കളിക്കാനായിട്ട് കുറേ കളിപ്പാട്ടങ്ങൾ അയച്ചു. എന്ത് ചെയ്തു? കളിപ്പാട്ടങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കുട്ടികളെപ്പോഴും എന്താ ചെയ്യുന്നത്? തവിട് പൊടിയാക്കും. അതേപോലെ എല്ലാ കളിപ്പാട്ടങ്ങളെയും ഉണ്ണിക്കണ്ണ നല്ല രീതിയിൽ കളിച്ച് ഒരു പരിവാക്കി. അന്നേരം കളിച്ചിട്ട് ഇപ്പം മാമന്റെ കൂട്ടത്തിൽ കളിക്കണം, മാമന്റെ തോളത്ത് കയറി കളിക്കണമെന്നാണ് ആഗ്രഹം. അതും മാമന്റെ ആന കളിക്കാനല്ല താല്പര്യം, എന്താണ് നെഞ്ചത്തിരുന്ന് കളിക്കാനാണ് താല്പര്യം. അങ്ങനെ മാമനെ നേരെ പിടിച്ച് മുടിയിൽ പിടിച്ച് ഒറ്റ ഏറി മാമന്റെ പകുതി ജീവൻ അങ്ങ് പോയി. ഇങ്ങനൊരു മരുമോനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേണ്ട. അതേപോലെ തന്നെ ഇങ്ങനൊരു മാമനെ കെട്ടിയാൽ പിന്നെ വേറെ ഒരു മാമന്റെ ആവശ്യമില്ല. എന്നിട്ട് നെഞ്ചത്ത് നോക്കി ഒറ്റ ഇടി, ആള് തീർന്നു. കാണുന്നവർക്കെല്ലാം വരുന്ന പാവം കൊച്ചു കുട്ടിയെ കംസൻ ഇത്രയൊക്കെ ദ്രോഹിച്ചോന്ന്. പക്ഷെ കംസനോട് ചോദിക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത് കൊച്ചുകുട്ടിയുടെ കയ്യിലിരിപ്പ് എന്താണ്. ആ ഒറ്റ ഇടിയിൽ ഉണ്ണിക്കൈ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ വെണ്ണ പോലും ചുവന് പിടിക്കാൻ പറ്റുന്നില്ല ആ ഉണ്ണിക്കൈ കൊണ്ട്. പക്ഷെ അതേ ഉണ്ണിക്കൈ വെച്ചിട്ട് നെഞ്ചു നോക്കി ഒരു ഇടി ഇടിച്ചപ്പോഴത്തേക്ക് കംസൻ
നക്ഷത്രക്കാൽ എണ്ണി എന്നുള്ളതാണ്. ത്രിലോകങ്ങളും ദർശിച്ചു കംസൻ. ആ ഒറ്റ നിമിഷം കൊണ്ട് കംസന് തൃപ്തിയായി. അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മദൻ ഗോപാൽ. അന്നേരം ഈ 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാന്റെ അടുത്ത് എത്തും. ഏതൊക്കെയാണ് ഈ 4 തരത്തിലുള്ള ആൾക്കാർ? നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളത്. രണ്ടാമതാരാണ്? ആർക്കാണോ കാശ് താല്പര്യമുള്ളത്. അതുകൂടാതെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ കൂടുതൽ സഞ്ചരിക്കുന്നവർ. അതുകൂടാതെ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിൽ ഭഗവാന്റെ അടുത്ത് എത്തുന്നു. ഇനി അറിയാൻ താല്പര്യം കൊണ്ട് ചിലവർ വന്നെത്തുന്നു. രഹസ്യങ്ങൾ നിറഞ്ഞ ഭഗവാന്റെ ആ രഹസ്യങ്ങളൊക്കെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ ഭഗവാന്റെ അടുത്ത് ലോക്കായി പോകുന്നു. അങ്ങനെ അവർ ജീവിതമാകുന്ന ലോക്കിൽ നിന്നും അൺലോക്കായി, എല്ലാവിധ ലോക്ക്ഡൗണിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അവർ. ഇനി 4 തരത്തിലുള്ളവർ ഭഗവാനെ ഭജിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ആരൊക്കെയാണ്? നമ്മൾ അന്വേഷിക്കാം. ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ ഭക്തിയിൽ എതിര് നിൽക്കുന്നത്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അന്നേരം ഈ 4 തരത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ അവരെല്ലാം നല്ലവരാണ്. അന്നേരം ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലവരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഈ 4 തരത്തിലുള്ള ആൾക്കാർ വളരെ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് എത്തത്തില്ലെന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? ഈ ഭൗതിക ആഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ച് ഈ ജീവിക്കുന്നവർ. അത് ഭഗവാൻ കൃഷ്ണനോടുള്ള താല്പര്യമില്ല തീരെ. ഭൗതിക ആഗ്രഹങ്ങൾ മാത്രം, എല്ലാം അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം, എങ്ങനെ കൂടുതൽ കൂടുതൽ സുഖസൗകര്യത്തോടു കൂടി ജീവിക്കാം എന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത എന്താണ്? ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. ആദ്യം പറഞ്ഞവരെങ്ങനെയാണ്? അവർ ധാർമ്മികരാണ്, ധർമ്മപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കും. പക്ഷെ ആ ആചാരങ്ങളിലൂടെ, അവർ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ ഭൗതിക ലാഭേച്ഛ ആഗ്രഹിക്കുന്നവരാണ്. അവരെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല ഭഗവാന്റെ അടുത്ത് എത്താൻ. ഇനി രണ്ടാമത്തെ ആൾക്കാർ എങ്ങനെയാണ്? ഇന്ദ്രിയ തൃപ്തിയുടെ പുറകെ, ഇന്ദ്രിയങ്ങളിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കുക. നാവിന് രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടമുള്ള ഭക്ഷണം, നോൺ വെജ് എല്ലാം കഴിക്കണേ, എനിക്ക് ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് പറയുന്നവർക്ക് ഒന്നും പറ്റത്തില്ല ഭഗവാന്റെ അടുത്ത്. കുറച്ചെങ്കിലും തപസ്യയുള്ളവർക്കേ ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇനി അടുത്ത ഏതാണ്? ഭൗതിക ജ്ഞാനം കൂടി മനസ്സിലായില്ലേ? എനിക്ക് ഒരുപാട് ജ്ഞാനം, വലിയ ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാസ്റ്റേഴ്സും കഴിഞ്ഞ് PhD അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിച്ച് തുടങ്ങുകയാണെങ്കിൽ, പൊതുവെ ഭൗതിക ലോകത്തിലുള്ളവരൊക്കെ അവരെ അംഗീകരിച്ച് തുടങ്ങുമ്പോൾ അവരെ ഭഗവാൻ കൃഷ്ണൻ്റെ മുമ്പിൽ തലകുനിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർ വിചാരിക്കാം, എനിക്ക് ഇത്രയും നോളജ് ഉണ്ട്, എന്നിട്ട് ഞാൻ എന്തിനാണ് ഭക്തി ആചരിക്കുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന ബുദ്ധി കൂടിയ മണ്ടന്മാർ. അവരും ഭഗവാന്റെ അടുത്ത് ഒരിക്കലും നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി 4ാമത്തെ വ്യക്തികൾ എങ്ങനെയാണ്? നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നവർ. കാരണം ഈശ്വര എന്ന് പറയുമ്പോൾ തന്നെ ഈശ്വരനോ, എവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, ഇവർക്കും ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതിന് 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാന്റെ അടുത്ത് വരും, 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാന്റെ അടുത്ത് വരത്തില്ല. അതിന് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഈ 8 തരത്തിലുള്ള ആൾക്കാരാണ്. അതാണ് നമ്മൾ കാണുന്നത്. അന്നേരം നമ്മൾ ഭഗവാനെ കുറിച്ച് ഒരാളോട് സംസാരിക്കുമ്പോൾ കഴിയുന്നത് ഈ 4 തരത്തിലുള്ള ആൾക്കാർ, ഭഗവാനെ സ്വീകരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സമയം അതിനു വേണ്ടി കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് വേണ്ടി സമയം കൊടുക്കുന്നത് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 4 തരത്തിലുള്ള വ്യക്തികൾ, ഇന്ദ്രിയ തൃപ്തിയിൽ ആകൃഷ്ടരായവർ, അതുകൂടാതെ പിന്നെ ഭൗതിക ആഗ്രഹങ്ങൾ നിറഞ്ഞവർ, അല്ലെങ്കിൽ അവരുടെ ജ്ഞാനത്തിൽ, ഭൗതിക ജ്ഞാനത്തിൽ അവർക്ക് കിട്ടിയ ഡിഗ്രിയിൽ അഭിമാനിക്കുന്നവർ. ദുരഭിമാനമാണത്, അഭിമാനമല്ല. അതുകൂടാതെ നിരീശ്വരവാദം പറഞ്ഞ് നടക്കുന്നവർ, ഇവരോട് പറയുന്നത് വെറുതെ വേസ്റ്റാണ്. അതായത് ഇവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളിൽ നിന്ന് കേട്ടിട്ട് അത് നമുക്കെതിരെ തന്നെ ആയുധമായിട്ട് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ആയുധമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും ഇവർ അവരുടെ കാര്യം നടത്തി കൊണ്ടുപോകാൻ വേണ്ടി അവരത് ഉപയോഗിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ. അന്നേരം പിന്നെ ആദ്യത്തെ 4 കാറ്റഗറിയിലുള്ള ആൾക്കാർ, അവർ ഭഗവാന്റെ അടുത്ത് വരുന്നു എന്നാണ്. പക്ഷേ അവിടുന്ന് തുടങ്ങിയതിന് ശേഷം അവർ
പരിശുദ്ധ ഭക്തിയിലേക്ക് ഉയരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ 4 വ്യക്തികൾ പരിശുദ്ധ ഭക്തരല്ല, അവർ ഭഗവാന്റെ അടുത്ത് എത്താനുള്ള കാരണം അതാണ്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഉയരണം. അവിടെ നിന്ന് ഉയർന്ന് നമ്മൾ പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് എത്തണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മൾ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാതയിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരുവാനാണ്. അന്നേരം സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇത്രത്തോളം സഹായിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാം. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു സ്വാർത്ഥതയുണ്ട് കേട്ടോ. എന്താണ്? ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അന്നേരം ഗുരുവായൂരപ്പനെ സോപ്പിടാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അദ്ദേഹം അലിയുന്നത് ഈ ഒരു കാര്യം കാണുമ്പോഴാണ്. വെണ്ണ കൊടുത്താൽ അതൊന്നും നമ്മുടെ കയ്യിൽ ഒറിജിനൽ വെണ്ണയൊന്നുമില്ല, ഗോപികമാർ കൊടുക്കുന്ന ആ ഒരു പരിശുദ്ധ ഭക്തിയൊന്നുമില്ല. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഭഗവാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മദൻ ഗോപാൽ എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല, അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്നേരം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ മറ്റു ഭക്തജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ 4 തരത്തിലുള്ള ആൾക്കാർ, ആദ്യം പറഞ്ഞ 4 തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു പല രീതിയിലുള്ള എന്തു പറയുന്നത്, ഈ ദുഃഖങ്ങൾ, ഈ സമ്പത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ, അതുകൂടാതെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ കൂടുതൽ ഭഗവാനെക്കുറിച്ച് അറിയാൻ താല്പര്യം വരുന്ന വ്യക്തികൾ, അതുകൂടാതെ രഹസ്യങ്ങളൊക്കെ അന്വേഷിച്ച് കൂടുതൽ അതിനെയൊക്കെ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ അടുത്ത് വരാൻ വലിയ താല്പര്യമായിരിക്കും. അന്നേരം അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന് വലിയ ഇഷ്ടമാണ്. അന്നേരം ഈ 4 കാറ്റഗറിയിൽ ജ്ഞാനത്തിൻ്റെ വഴി ഭഗവാന്റെ അടുത്ത് വരുന്നവർ കൂടുതൽ ഉറച്ചു നിൽക്കും. ബാക്കിയുള്ളവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം വഴിതെറ്റിപ്പോകും. കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് വരും, പക്ഷെ പ്രശ്നങ്ങൾ സോൾവ് വീണ്ടും പോകും. കാശ് ഇല്ലാത്തപ്പോൾ ഭഗവാന്റെ അടുത്ത് വരും, കാശ് കിട്ടുമ്പോൾ വീണ്ടും പോകും. പക്ഷെ ജ്ഞാനികൾ ഉറച്ചു നിൽക്കും. കാരണം അവരുടെ ലക്ഷ്യം ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ജ്ഞാനികൾക്ക് അറിയാം ഭഗവാനാണ് എൻ്റെ ലക്ഷ്യമെന്നറിയാം. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നവരാണ്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളാണ് ആരെന്നറിയാമോ? നിങ്ങളെല്ലാവരും. ചോർണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ഇത്രയും താല്പര്യവും ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ഇത്രയും ഇഷ്ടവും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലാണ് നിൽക്കുന്നത്. 4 തരത്തിലുള്ള ആൾക്കാർ വരുമെന്ന് പറയും. ഇപ്പം നിങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭഗവാനെക്കുറിച്ച് കേൾക്കാനും അറിയാനും താല്പര്യമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്തി കൂടുതൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. അതായത് നല്ല രീതിയിൽ നിങ്ങളത് പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ നല്ല പരിശുദ്ധ ഭക്തിയിലേക്ക് ഉയരാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നേരം ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആ ഒരു പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് ഉയരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും, ഞാനുൾപ്പെടെ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം ആ ഒരു പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ, മദൻ ഗോപാലിൻ്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും കുറച്ച് ഭക്തജനങ്ങൾ കീർത്തനമൊക്കെ ആലപിക്കുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. വളരെ മനോഹരമാണ്. കേട്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള കീർത്തനമാണ്. ഇന്നലെയും കൊച്ചുകുട്ടികളും പാടി, വലിയ വ്യക്തികളും, അവരൊക്കെ വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരും ഓഫീസിലൊക്കെ ഇരിക്കുന്ന, അതിൻ്റെ അർത്ഥം ഓഫീസിൽ ഇരുന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരെന്നല്ല, അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഒരു ഉത്തരവാദിത്വമൊക്കെ നോക്കിക്കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇപ്പം കാവ്യ ഇട്ടവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടത്തില്ല. നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നൂടെ. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മാതാജിമാരും പെൺകുട്ടികളായിട്ടുള്ള മാതാജിമാരും സീനിയർ മാതാജിമാരും യങ് പയ്യന്മാരും കുറേ പേര് പാടുന്നു, സീനിയർ ആൾക്കാർ പാടുന്നു, കൊച്ചുകുട്ടി. ഇതാണ് നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനം. ഒന്ന് ആലോചിച്ച് നോക്കണേ. അവരെല്ലാം പല രീതിയിൽ, മിക്ക പയ്യന്മാരും അവരൊക്കെ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്. പെൺകുട്ടികളും മാതാജിമാരൊക്കെ വലിയ വലിയ ഗൾഫിലുള്ള പല ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നവരാണ്. അന്നേരം അതിൻ്റെ കൂട്ടത്തിലും അവർക്ക് കൃഷ്ണഭക്തിയിൽ താല്പര്യമാണ്. അവരെന്നും വീട്ടിൽ അവർ ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടി പാടുന്നവരല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവരെന്നും ഇങ്ങനെയാണ്. അവരെല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ഇങ്ങനെ കീർത്തനം പാടിക്കൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ ഒരു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനൊരു അവസരം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നതാണ്. അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ അവസരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെല്ലാ ദിവസവും ഭഗവാന്റെ കീർത്തനം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
എന്നിട്ട് ഇതൊക്കെ നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്, ഇങ്ങനെയുള്ള ഭക്തരുമായിട്ടുള്ള സത്സംഗം ലഭിക്കുക എന്ന് പറയുന്നത്. അന്നേരം സമയം കിട്ടുമ്പോഴേക്ക് അത് കേൾക്കാം, അല്ലെങ്കിൽ അത് റെക്കോർഡഡ് ആയിട്ട് കാണും. ലൈവ് വരാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡിങ്ങിലുണ്ട്. അങ്ങനെയുള്ള ഭക്തരെന്ന ആ കീർത്തനമൊക്കെ കേൾക്കുന്നത് വലിയ നല്ല രസമാണ്. അത് നമുക്കൊരു പ്രചോദനമാവും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി അതിൻ്റെ കൂട്ടത്തിൽ ഭക്തി ആചരിക്കുക, അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് കാവി ഇടുന്നതിനെക്കാട്ടി ഏറ്റവും ഉത്തമമാണത്. കാരണം കുടുംബജീവിതത്തിലും അതൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. അത് നല്ലൊരു അഭിനന്ദനീയമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഭക്തരിൽ നിങ്ങൾക്ക് കീർത്തനം കേൾക്കാം. ഇന്നും കുറേ ഭക്തരുണ്ട്. ആ കീർത്തനത്തിൻ്റെ സമയമൊക്കെ ഞാൻ മെസ്സേജിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം, പോസ്റ്റ് ഇടാം. അന്നേരം നിങ്ങൾക്ക് അതെല്ലാം കേൾക്കാം. ഇന്നൊന്ന് എല്ലാ രാവിലെ ഇപ്പോൾ 10 മണിക്കൊരു കീർത്തനമുണ്ട്, 10 മുതൽ 10:30. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് സമയം ഇതിൽ അറിയിക്കും, അതനുസരിച്ച് കേൾക്കാം. പിന്നെ ലൈവിൽ വരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും റെക്കോർഡിങ്ങും കേൾക്കാം. ഓക്കെ, ഇന്നൊന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ഇനി നമുക്ക് വൈകുന്നേരം ഭഗവത്ഗീതാ സത്സംഗത്തിൽ കാണാം 6 മണിക്ക്. ഹരേ കൃഷ്ണ.